ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷ കഴിഞ്ഞു പോയിരിക്കുന്നു. അവിടെ കേരള ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾ വളരെ സന്തുഷ്ടരാണ്. അവിടെ പദ്ധതികളിൽ നിന്നും 3 ചോദ്യങ്ങൾ ഉണ്ടായി. വാത്സല്യനിധി, സ്നേഹസാന്ത്വനം, വിദ്യാജ്യോതി എന്നീ പദ്ധതികളെ പറ്റി. ദുരന്ത മുന്നറിയിപ്പിൽ മഴ മുന്നറിയിപ്പിനെ പറ്റിയുള്ള ചോദ്യം ഉണ്ടായിരുന്നു, തൃപ്തികരമായ ചോദ്യം. കമ്മീഷനുകൾ, യുവജന കമ്മീഷൻ ചെയർമാനെ പറ്റി ചോദിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്ന് ചോദിച്ചു. അവിടെ 6 ചോദ്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. കേരള ഭരണ സംവിധാനം എന്ന് എടുത്തു പറയാവുന്ന 6 ചോദ്യങ്ങൾ നമുക്ക് കിട്ടി. ഈ 6 ചോദ്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. കൂടാതെ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ പോലും അവിടെ വാത്സല്യനിധി എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയും അതുപോലെ തന്നെ യുവജന കമ്മീഷനും ഒഴികെ നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ബ്രീഫായി നൽകിയ റിവിഷൻ ക്ലാസ്സിൽ പോലും ചർച്ച ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% ആൻസർ എഴുതാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. തുടർന്ന് നമുക്ക് എക്സ്ട്രാ പോയിന്റുകൾ കൂടി കിട്ടി. ഈ 6 മാർക്ക് കൂടാതെ പോക്സോ ആക്ട് എന്നാണ് എന്നൊരു ചോദ്യം. നമ്മൾ അതിനോടനുബന്ധമായി പോക്സോ ആക്ടിനെ പറ്റി പറഞ്ഞിരുന്നു. കുട്ടികളുടെ പദ്ധതികളെ പറ്റി പറഞ്ഞപ്പോൾ, പിന്നെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ പോക്സോ ആക്ടിനെ പറ്റി പറഞ്ഞിരുന്നു. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, ദേശീയ കമ്മീഷൻ, വനിതാ കമ്മീഷൻ ചെയർമാൻ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ 3 മാർക്ക്. അങ്ങനെ ആകെ 9 മാർക്കിനുള്ള സ്കോപ്പ് നമ്മുടെ കേരള ഭരണ സംവിധാനം ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്. അടുത്ത ഘട്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യങ്ങളിൽ തന്നെ തളച്ചിടപ്പെട്ടവരായി കഴിയണമോ? പോരാ. ഇതിൻ്റെ അനുബന്ധ വിഷയങ്ങൾ പഠിക്കണം. തുടർന്ന് ഇപ്പോൾ LDC ഖാദി ബോർഡിലേക്ക് വന്ന ചോദ്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? അവിടെ ചിത്രമാകെ മാറി. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചോദിച്ച കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ആവർത്തിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ അവഗണിക്കപ്പെട്ട സിവിൽ സർവീസിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് ലഭിച്ചു. നമ്മൾ ക്ലാസ്സിൽ സമഗ്രമായി ചർച്ച ചെയ്ത വിഷയം തന്നെ, സർവീസിന്റെ തരംതിരിവ്. കമ്മീഷനുകളെ പറ്റി 2 ചോദ്യം ചോദിച്ചു. സംസ്ഥാന കമ്മീഷനുകൾ സ്ഥാപിതമായ തീയതിയെ പറ്റി ഒരു ചോദ്യം, സംസ്ഥാന വിവരാവകാശ നിയമത്തിന്റെ ഫീസിനെ പറ്റി ഒരു ചോദ്യം, ഭൂപരിഷ്കരണ നിയമത്തെ പറ്റി ഒരു ചോദ്യം, അതുപോലെ തന്നെ MGNREGയിൽ നിന്നുള്ളൊരു ചോദ്യം. അവിടെ LDCയുടെ ആദ്യ ചോദ്യ സെറ്റിൽ വന്ന ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നില്ല, മറിച്ച് പുതിയ മേഖലകളിലേക്ക് കടന്നു. ഞാൻ മുമ്പൊരു വീഡിയോയിൽ നിങ്ങളോട് സൂചിപ്പിച്ചു, ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുമെന്ന് കരുതി, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് തന്നെ ആവർത്തിക്കുമെന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് പോകരുത്. നമ്മൾ റാങ്ക് ലിസ്റ്റ് ഇടം നേടാനാണ് കരുതുന്നതെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സിലബസ് ഭാഗങ്ങളെല്ലാം തന്നെ കഴിയുന്നത്ര വളരെ കൂടുതലൊന്നുമില്ലല്ലോ, അത് ഡീറ്റെയിൽഡായി പഠിച്ചു പോകുക. കാരണം അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് കേരള ഭരണ സംവിധാനത്തിൽ മാത്രമല്ല, നിയമങ്ങളെന്ന ആ ഒരു ടോപ്പിക്കിൽ കൂടിയായിരിക്കും. അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുക. എന്തായാലും നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവയുടെ അനുബന്ധമായ കാര്യങ്ങൾ, ഈ ചോദ്യങ്ങൾ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം. ആൻസർ കീ വന്നു, എല്ലാവർക്കും അറിയാം. പലരും പല പ്രാവശ്യം അത് പരിചയപ്പെട്ട് കാണും. പക്ഷേ ഇതിൻ്റെ അനുബന്ധ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകണം. അതോടൊപ്പം ഇതുവരെ ചോദിക്കാത്ത മേഖലകളിലേക്ക് കടന്നു പോകണം. അതിനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ ആദ്യാവസാനം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് 100% പരീക്ഷയിൽ ഇത് പ്രയോജനകരമാകുമെന്നതിൽ സംശയമില്ല. അതുകൂടാതെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. 2 ആഴ്ച മുമ്പ് എൻട്രി ആപ്പ് കേരള ഭരണ സംവിധാനത്തെ പറ്റിയുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അവിടെ സിവിൽ സർവീസിനെ പറ്റിയും കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിനെ പറ്റിയും അതുപോലെ തന്നെ കേരളത്തിലെ സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കൗൺസിലിനെ പറ്റിയും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റിയും മറ്റുമൊക്കെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, നമുക്ക് ചോദിച്ച ചോദ്യം സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് എന്നതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമെന്ന് എല്ലാവർക്കും അറിയാം. 2010 ഡിസംബർ മുതൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനമെന്ന് എല്ലാവരും അറിയുന്നു.
ഇവിടെ ഈ ചോദ്യത്തെ മുൻനിർത്തി നിങ്ങളോട് ഞാൻ പറയുന്നു, കുമാരനാശാന്റെ നളിനിയിലെ ആ സുപ്രസിദ്ധമായ വരികൾ നിങ്ങൾ ഓർമ്മിച്ചാൽ 3 പദ്ധതികൾ നിങ്ങളുടെ മനസ്സിലിരിക്കും. സ്നേഹമാണഖില സാരമൂഴിയിൽ എന്ന് തുടങ്ങുന്ന നളിനിയിലെ വരികൾ നോക്കൂ. സ്നേഹം, സ്നേഹത്തിന്റെ സ്വാന്തനം, സ്നേഹസ്വാന്തനമായി എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പദ്ധതി, നമ്മളുടെ ചോദ്യത്തിൽ വന്ന പദ്ധതി. സ്നേഹസ്പർശം കൊണ്ട് അനുഗ്രഹീതമാകുന്നത് കേരള സുരക്ഷാ മിഷന്റെ KSSMന്റെ സ്നേഹസ്പർശം കൊണ്ട് അനുഗ്രഹീതരായത് അവിവാഹിതരായ അമ്മമാരാണ്. സ്പർശം, അവിവാഹിതരായ അമ്മമാരെന്നോർക്കുക. സ്നേഹപൂർവം എന്നാണ് വരുന്നതെങ്കിൽ അത് മാതാപിതാക്കൾ മരിച്ചുപോയ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായമാണെന്നറിയൂ. പലരും പറയും സ്നേഹസാധനം, സ്നേഹസ്പർശം, സ്നേഹപൂർവം ഇതെങ്ങനെ തിരിച്ചറിയും സാറേ? തിരിഞ്ഞു പോകുന്നു. തിരിഞ്ഞു പോകണ്ട. സ്വാന്തനം, സ്നേഹം വരുമ്പോൾ സ്വാന്തനമേകുന്നത് എൻഡോസൾഫാൻ ഇരകൾക്കും, സ്പർശം കൊണ്ട്, സ്നേഹസ്പർശം കൊണ്ട് അനുഗ്രഹിക്കുന്നത് അവിവാഹിതരായ അമ്മമാരെയും, സ്നേഹപൂർവം വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നൽകുന്നത് മാതാപിതാക്കൾ മരിച്ചുപോയ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നവർക്കുമാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കൂ. ഈ 3 പദ്ധതികളും മനസ്സിൽ നിന്ന് മായില്ല, മറയില്ല. അവിടെ ഒരാശ്വാസ മഴയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയായി. ഏതൊക്കെയാണ് ആ പദ്ധതികൾ? ആശ്വാസ കിരണം, സമാശ്വാസം, 2 പദ്ധതികൾ. ആശ്വാസ മഴയായി പെയ്തിറങ്ങുന്ന 2 പദ്ധതികൾ, സാമൂഹ്യ സുരക്ഷാ മിഷന്റെ 2 പദ്ധതികൾ. ആശ്വാസ കിരണം, കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക്. കിരണം, കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക്. എന്നാൽ സമാശ്വാസം, സമാശ്വാസം നിങ്ങൾക്കറിയാം. എന്താണ്? നമ്മുടെ ചോദ്യത്തിൽ വന്ന പദ്ധതിയാണ്. വൃക്ക തകരാർ. സമാശ്വാസത്തെ പറ്റി നിങ്ങൾക്കറിയാം. വൃക്ക തകരാർ സംഭവിച്ച് സ്ഥിരമായി ഡയാലിസിസിൽ ഏർപ്പെടുന്നവർക്ക്, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്ക്, ഹീമോഫീലിയ രോഗികൾക്ക്, സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം ബാധിച്ചവർക്ക് സഹായം നൽകുന്ന പദ്ധതി. വൃക്ക തകരാർ സംഭവിച്ച് സ്ഥിരമായി ഡയാലിസിസിൽ ഏർപ്പെടുന്നവർക്ക് 1100 രൂപ സഹായധനമായി നൽകുന്നു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്ക് 1000 രൂപ നൽകുന്നു. ഹിമോഫീലിയ രോഗികൾക്ക് 1000 രൂപ, സിക്കിൾ സെൽ അനീമിയ രോഗികൾക്ക് 2000 രൂപ പ്രതിമാസം നൽകുന്ന പദ്ധതി. മനസ്സിലായില്ലേ? അവിടെ വൃക്ക തകരാർ സംഭവിച്ച് സ്ഥിരമായി ഡയാലിസിസ് ഏർപ്പെടുന്നവർക്ക് 1100ഉം സിക്കിൾ സെൽ അനീമിയ ബാധിച്ചവർക്ക് 2000 രൂപയുമാണ്. എന്നാൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്കും ഹീമോഫീലിയ രോഗികൾക്കും 1000 രൂപ വീതം ധനസഹായം നൽകുന്ന പദ്ധതി. ഈ 4 വിഭാഗത്തെയാണ് സമാശ്വാസം പദ്ധതി പരിഗണിക്കുക. സാമൂഹ്യ സുരക്ഷാ മിഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശ്വാസമഴ ഈ 2 പദ്ധതികളിൽ ഒഴുങ്ങി. ആശ്വാസം കൊണ്ട് തുടങ്ങുന്ന ആശ്വാസകിരണം കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക്. സമാശ്വാസം വൃക്ക തകരാർ സംഭവിച്ച് സ്ഥിരമായി ഡയാലിസിൽ ഏർപ്പെടുന്നവർ, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ, ഹിമോഫീലിയ രോഗികൾ, സിക്കിൾ സെൽ അനീമിയ രോഗികൾ, ഇവർക്കാണ് ആ പദ്ധതി. അവിടെ വനിതാ ശിശു വികസന വകുപ്പ് ആശ്വാസ മഴയുമായി എത്തുന്നു. ആ പദ്ധതിയാണ് ആശ്വാസനിധി. ആശ്വാസനിധി. നിധി വന്നു കഴിഞ്ഞാൽ അത് ആരുടേതെന്ന് ചോദിച്ചാൽ വനിതാ ശിശു വികസന വകുപ്പിൻ്റെതാണ്. ലൈംഗിക കുറ്റകൃത്യങ്ങളുടെയും അത്യന്തം ഹീനമായ ലിംഗാധിഷ്ഠിത അതിക്രമങ്ങളുടെയും ഇരകൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന പദ്ധതി ആശ്വാസനിധി. ആശ്വാസ മഴയായ 3 പദ്ധതികൾ ഓർക്കുക. അവയിൽ 2 KSSMൻ്റേതാണ്, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റേതാണ്. 1 പദ്ധതി വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതി ആശ്വാസനിധി. ലൈംഗിക കുറ്റകൃത്യങ്ങളുടെയും അത്യന്തം ഹീനമായ ലിംഗാധിഷ്ഠിത അക്രമങ്ങളുടെയും ഇരകൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന പദ്ധതി. ഈ രീതിയിൽ വ്യക്തതയോടെ പഠിച്ചു പോയാൽ പദ്ധതികൾ തിരിഞ്ഞു പോകുന്നു എന്ന ഒരു പരാതി നിങ്ങൾക്ക് പറയാനിട വരില്ല. കാരണം എന്താ?
നമ്മളപ്പോൾ ആദ്യം സ്നേഹത്തിൽ വരുന്നത് ഇന്നതാണ്, ആശ്വാസത്തിൽ വരുന്നത് ഇന്നതാണ്, അത് ഇന്ന ഏജൻസി നടപ്പാക്കുന്ന പദ്ധതിയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ അവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് തരത്തിലുള്ള കുടുക്കിട്ടാലും നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും കുഞ്ഞുങ്ങളെ. ഇനി നമ്മളോട് ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? അതിൻ്റെ ഉത്തരം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരെ വരുമാനമുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണിത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവുമില്ല. ഇതൊരു ഇൻഷുറൻസ് പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ പാർട്ട്ണറാണ് പട്ടികജാതി വകുപ്പിനോടൊപ്പം പാർട്ട്ണറായി വരുന്നത് പട്ടികജാതി വകുപ്പിനോടൊപ്പം പാർട്ട്ണറായി വരുന്നത് ആരാണ്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും വരുന്നുണ്ട്. അപ്പോൾ പട്ടികജാതി വകുപ്പും അതോടൊപ്പം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, ഇത് നമ്മുടെ മനസ്സിലുണ്ട്, ഇനി അത് ആവർത്തിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇതോടൊപ്പം ഓർത്തിരിക്കേണ്ട മറ്റൊരു പദ്ധതിയുണ്ട്. വാത്സല്യനിധിയെപ്പറ്റി ഞാനിപ്പോൾ പറഞ്ഞു. പട്ടികജാതി വിഭാഗങ്ങളിലെ 1 ലക്ഷം രൂപ വരെ വരുമാനമുള്ള മാതാപിതാക്കളുടെ പെൺമക്കളുടെ സമഗ്ര വികസനത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ്. 1,38,000 രൂപയാണ് ഈ വിഭാഗത്തിന് വേണ്ടി സർക്കാർ മുടക്കുന്നത്. 4 ഗഡുക്കളായി പട്ടികജാതി വകുപ്പ് LICക്ക് കൊടുക്കുകയാണ്. പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ 3 ലക്ഷം രൂപ LIC മടക്കി നൽകുകയാണ്. ഇതിനിടയിൽ അപകടമോ മരണമോ ഒക്കെ ഉണ്ടെങ്കിൽ ഉയർന്ന രീതിയിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. ഇത് ലഭിക്കുന്നത് 1/7/2017 ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ്. 1/7/2017 ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം ഇനി സ്റ്റേറ്റ്മെൻറ്റുകളിൽ നേരത്തെയുള്ള പോയിന്റുകൾ കൂടാതെ പുതിയ പോയിന്റുകൾ കടന്നു വന്നാലും നമുക്ക് പറയേണ്ടതുണ്ട്. ഇതിൻ്റെ ലക്ഷ്യം പെൺകുട്ടികൾക്ക് സംരക്ഷണം നൽകുക, വിദ്യാലയങ്ങളിൽ നിന്നുള്ള അവരുടെ കൊഴിഞ്ഞുപോക്ക് തടയുക എന്നിവയാണ്. അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചു, അത് പോയി. അതോടൊപ്പമുള്ളൊരു പദ്ധതി, നേരത്തെ നമ്മൾ പറഞ്ഞ പദ്ധതി ആർക്ക് വേണ്ടിയുള്ളതാണ്? പട്ടികവർഗക്കാർക്കുള്ളതാണോ? അല്ല, അത് പട്ടികജാതിക്കാർക്ക് മാത്രമുള്ളതായിരുന്നു. വാത്സല്യനിധി LICയും പട്ടികജാതി വകുപ്പും ചേർന്ന് നടത്തിയ ആ പദ്ധതി പട്ടികജാതിയിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ അപ്പോൾ പട്ടികവർഗത്തിന് അങ്ങനെ ഒരു പദ്ധതി വേണ്ടേ? പട്ടികവർഗത്തിനും അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. അത് ഗോത്ര വാത്സല്യനിധി എന്നാണ് അറിയപ്പെടുന്നത്. വാത്സല്യനിധി എന്ന് മാത്രം വരുമ്പോൾ അത് പട്ടികജാതി വിഭാഗത്തിനുള്ളതാണ്. എന്നാൽ ഗോത്ര വാത്സല്യനിധി എന്ന് വരുമ്പോൾ അത് പട്ടികവർഗ വിഭാഗത്തിനു വേണ്ടി ഉദ്ദേശിച്ചുള്ള പദ്ധതിയാണ്. പ്രൊവിഷൻസ് ഒക്കെ നേരത്തേതുപോലെ തന്നെ പട്ടികവർഗ വിഭാഗത്തിലെ 1 ലക്ഷം രൂപ വരെ വരുമാനമുള്ള മാതാപിതാക്കളുടെ പെൺമക്കളുടെ സമഗ്ര വികസനത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതി. ഇവിടെയും പങ്കാളികളാകുന്നത് LICയും നേരത്തെ പട്ടികജാതി വകുപ്പായിരുന്നു. ഇവിടെ പട്ടികവർഗ വകുപ്പാണ്, പട്ടികവർഗ വികസന വകുപ്പാണ് എന്ന കാര്യം ഓർക്കുക. ഇവിടെയും 1,38,000 രൂപ 4 ഗഡുക്കളായി നിക്ഷേപിക്കുന്നുണ്ട്. 18 വയസ്സാകുമ്പോൾ 3 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എമൗണ്ട് ഇവർക്ക് നൽകുന്നുണ്ട്. 1/7/2017 ശേഷം ജനിച്ച പെൺകുട്ടികളെ മാത്രമേ ഇതിൽ പരിഗണിക്കുന്നുള്ളൂ. ലക്ഷ്യം പെൺകുട്ടികൾക്ക് സംരക്ഷണം നൽകുക, വിദ്യാലയങ്ങളിൽ നിന്ന് അവരുടെ കൊഴിഞ്ഞുപോക്ക് തടയുക എന്നിവയാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പട്ടിക ഗോത്രവർഗം, അതായത് പട്ടികവർഗത്തിനും പട്ടികജാതിക്കും 2 പദ്ധതികളാണ്. വാത്സല്യനിധി പട്ടികജാതിക്കുള്ള പദ്ധതിയാണ്, ഗോത്ര വാത്സല്യനിധി പട്ടികവർഗക്കാർക്കുള്ള പദ്ധതിയാണ്. അത് 2 വകുപ്പുകളാണ് നടത്തുന്നത്. വാത്സല്യനിധി നടപ്പാക്കുന്നത് പട്ടികജാതി വകുപ്പാണ്, ഗോത്ര വാത്സല്യനിധി നടപ്പാക്കുന്നത് പട്ടികവർഗ വികസന വകുപ്പാണ്. ഓക്കെ അല്ലേ? അനുബന്ധമായി പോയിന്റുകൾ ഉൾപ്പെടുത്തി ചോദ്യങ്ങൾ വന്നാൽ സ്മാർട്ടായിട്ട് നമുക്ക് ആൻസർ ചെയ്യണം. അതോടൊപ്പം പട്ടികവർഗത്തിന് വേണ്ടിയുള്ള ഈ പദ്ധതിയെ നിങ്ങൾ കാണാതെ പോയാലോ? അതെന്ത് കഷ്ടമായിരിക്കും. കേരള ട്രൈബൽ പ്ലസ് പദ്ധതി നിങ്ങൾക്കറിയാമല്ലോ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എത്ര ദിവസത്തെ തൊഴിലാണ് ഉറപ്പ് നൽകുന്നത്? 100 ദിവസത്തിൽ കുറയാത്ത തൊഴിൽ. പക്ഷെ അവിടെ നമ്മുടെ കേരള ഗവൺമെന്റ് പട്ടികവർഗ വികസന വകുപ്പ്
ഒരു 100 ദിവസത്തേക്ക് കൂടി അഡീഷണൽ തൊഴിൽ നൽകുന്നു. അത് ആർക്കാണ് നൽകുന്നത്? പട്ടികവർഗക്കാർക്ക്. ആർക്കാണ് നൽകുന്നത്? പട്ടികവർഗക്കാർക്ക് നൽകുന്നു. പട്ടികവർഗക്കാർക്ക് നൽകുന്നു. കേരള ട്രൈബൽ പ്ലസ് പദ്ധതിയിലൂടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അനുവദിച്ചിട്ടുള്ള 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ പട്ടികവർഗ കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ കൂടി അനുവദിക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് കേരള ട്രൈബൽ പ്ലസ് പദ്ധതി. ഈ പദ്ധതിയും നിങ്ങൾ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായി ഓർക്കണം. നമുക്ക് മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിനെ പറ്റി അറിയാം. അവിടെ 100 ദിവസത്തിൽ കുറയാത്ത തൊഴിലാണ് പറയുന്നത്. പക്ഷേ 100 ദിവസത്തെ തൊഴിൽ കൂടി കേരള ഗവൺമെന്റിന് കീഴിലുള്ള പട്ടികവർഗ വകുപ്പ് സ്വന്തം ചിലവിൽ നൽകുകയാണ് കേരള ട്രൈബൽ പ്ലസ് പദ്ധതി. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങളെ, ഈ സ്ഥാപനത്തെ നിങ്ങൾ മറക്കല്ലേ. ഈ സ്ഥാപനത്തെ ഒരു കാരണവശാലും മറക്കരുത് കേട്ടോ. കിർത്താഴ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്താണ് കിർത്താഴ്സിന്റെ പ്രത്യേകത? കിർത്താഴ്സിന്റെ ഫുൾ ഫോമിലേക്ക് ഒന്ന് നോക്കടാ. ദ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അപ്പോൾ അത് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും വേണ്ടിയുള്ളതാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച്, ഗവേഷണം നടത്താൻ, ട്രെയിനിങ്, പരിശീലനം, അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, ഇവയ്ക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് കിർത്താഴ്സ് എന്നറിയപ്പെടുന്നത്. കിർത്താഴ്സിൻ്റെ ഫുൾ ഫോം മുൻപ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ഓർക്കുക, ദ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് പറയാമല്ലോ. KI ഫോർ റിസർച്ച് ആർ, ട്രെയിനിങ് T, ആൻഡ് A, ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് DS. ഫോർ ഹൂം? ആരുടേത്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഓക്കെ അല്ലേ? പട്ടികജാതി വർഗം എന്ന് പറയുമ്പോൾ പട്ടികവർഗ മേഖലയിലെ നരവംശാസ്ത്ര പഠന ഗവേഷണത്തിനായുള്ള സ്ഥാപനമാണ് നമ്മുടെ സ്വന്തം കിർത്താഴ്സ്, ദ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. പട്ടികവർഗ മേഖലയിലെ നരവംശാസ്ത്ര പഠന ഗവേഷണത്തിനുള്ള സ്ഥാപനം. 1970 ഈ ഉദ്ദേശത്തോടെ ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേര് കിർത്താഴ്സ് എന്നായിരുന്നില്ല. TR&TC, റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ എന്ന് മാത്രമായിരുന്നു അതിൻ്റെ പേര്. റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ, TR&TC എന്നായിരുന്നു അതിൻ്റെ പേര്. പക്ഷെ 1979 ഇത് കിർത്താഴ്സ് എന്ന് പുനഃനാമകരണം ചെയ്യുന്നു. ദ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് നാമകരണം ചെയ്യുന്നു. എന്നാണത്? 1979. എന്നാണിത് സ്ഥാപിക്കപ്പെട്ടത്? 1970. അന്ന് കിർത്താഴ്സ് ആയിരുന്നോ? ആയിരുന്നില്ല. എന്തായിരുന്നു? TR&TC എന്ന പേരിൽ, റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ എന്ന പേരിൽ ആരംഭിക്കുന്നു. എന്നാണിത് കിർത്താഴ്സ് ആയത്? 1979 കിർത്താഴ്സായി പുനഃസംഘടിപ്പിക്കപ്പെട്ടു. മറക്കാതെ ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടിയുണ്ട് മക്കളെ. കോഴിക്കോട് ജില്ലയിലെ ചൊവ്വായൂരിലാണ് ഇതിൻ്റെ ആസ്ഥാനം. കിർത്താഴ്സിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണെന്നൊന്നും കരുതല്ലേ. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ ചേവായൂരിലാണ്. കോഴിക്കോട് ജില്ലയിലെ ചേവായൂരിലാണ്. അപ്പോഴത് ഓക്കെ ആണെന്ന് ഞാൻ കരുതുകയാണ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ, ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കണം, 1972 സ്ഥാപിതമായി. ആസ്ഥാനം തൃശ്ശൂരാണ് കുഞ്ഞുങ്ങളെ, തൃശ്ശൂരാണ്. ഒരിക്കലും തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഭവൻ എന്ന് പറയരുത്. എന്നാൽ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഭവനാണ്. കേരള സംസ്ഥാന പട്ടികജാതി കമ്മീഷൻ, പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് ഉത്തരം തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഭവൻ എന്ന് പറയും. എന്നാൽ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചോദിച്ചാൽ 1972 അത് സ്ഥാപിതമായെന്നും അതിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണെന്നും ഓർക്കുക. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിനും പട്ടികജാതി വിഭാഗക്കാരുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കേരള പട്ടികജാതി വകുപ്പ്
പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു ദ്വൈമാസികയുണ്ട്. ആ മാസികയുടെ പേര് മറക്കരുത് പടവുകൾ എന്നാണ്. പടവുകൾ. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിനും പട്ടികജാതി വിഭാഗക്കാരുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ദ്വൈവാരിക പടവുകൾ. ഓർക്കണേ, മറക്കല്ലേ. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ ഉന്നതിയെപ്പറ്റി നിങ്ങൾ ഓർക്കണം. പട്ടിക വിഭാഗ ശാക്തീകരണത്തിനായി വിവിധ പദ്ധതികൾ, ഇന്റേൺഷിപ്പുകൾ, സംരംഭകത്വം, നൈപുണ്യവൽക്കരണം തുടങ്ങിയ മേഖലകളിൽ പരിശീലനവും പ്രോത്സാഹനവും ലക്ഷ്യമിടുന്ന പദ്ധതി ഉന്നതി. ഉന്നതിയുടെ വെബ്സൈറ്റ് ശ്രദ്ധിക്കുക. ഉന്നതിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടാകാം. ഉന്നതി Kerala.org എന്നാണ് ഇതിൻ്റെ വെബ്സൈറ്റ്. പട്ടിക വിഭാഗ ശാക്തീകരണത്തിനായി വിവിധ പദ്ധതികൾ, ഇന്റേൺഷിപ്പുകൾ, സംരംഭകത്വം, നൈപുണ്യ വികസനം, നൈപുണ്യവൽക്കരണം, ഈ മേഖലകളിലെ പരിശീലനവും പ്രോത്സാഹനവും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഉന്നതി എന്ന കാര്യവും ഓർക്കുക. അപ്പോൾ പടവുകളോടൊപ്പം ഉന്നതിയും നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ മന്ത്രി നമുക്കിപ്പോഴറിയാം. അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ക്ഷേമ മന്ത്രിയാണ്. നമുക്കറിയാം, പുതിയ മന്ത്രിയാണ്. കെ രാധാകൃഷ്ണൻ ലോക്സഭാ മെമ്പറായി പോയതിനു ശേഷം വന്ന മന്ത്രിയാണ് OR കേളു. മറക്കരുത്, ചോദ്യസാധ്യതയുണ്ട്. OR കേളു അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം കൂടി ഓർക്കുക. ഇനി OR കേളുവിൻ്റെ ഇതെല്ലാം പറഞ്ഞിട്ട് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ മന്ത്രിയായ OR കേളുവിൻ്റെ നിയോജക മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വയനാട്ടിലാണ്. വയനാട്ടിലെ മാനന്തവാടി. OR കേളുവിൻ്റെ നിയോജക മണ്ഡലം വയനാട്ടിലെ മാനന്തവാടി. നമുക്കറിയാം, നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് ഒരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുകയാണ്. വളരുന്ന കേരളം, വളർത്തിയവർക്ക് ആദരം. ആരാണ് വളർത്തുന്നവര്? നമ്മളുടെ പിതാക്കൾ, നമ്മളുടെ മാതാക്കൾ. അവർ സമൂഹത്തിൽ മുതിർന്ന പൗരന്മാരാണ്, വയോജനങ്ങളാണ്. വയോജനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യമാണ് വളരുന്ന കേരളം, വളർത്തിയവർക്ക് ആദരം. നമ്മൾ വളരുമ്പോൾ നമ്മെ വളർത്തിയവർക്ക് ആദരം കൊടുക്കണ്ടേ? ആദരം കൊടുക്കണം. അതാണ് അവരുടെ മുദ്രാവാക്യം. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, ഒരു കൂട്ടം പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട്. അതൊരിക്കലും മറന്നു പോകരുത്. ഇതിൽ വയോമിത്രം എന്ന് പറയുന്നത് KSSM-ലൂടെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിലൂടെ നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ്. സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പറഞ്ഞാൽ അത് വേണമെങ്കിലും പറയാം, പക്ഷെ അത് KSM-ലൂടെയാണ്. ബാക്കി പദ്ധതികളൊക്കെ തന്നെ സാമൂഹ്യനീതി വകുപ്പ് നേരിട്ട് നടത്തുന്നതാണ്. സാമൂഹ്യനീതി വകുപ്പ് നേരിട്ട് നടത്തുന്ന പദ്ധതികളാണ് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പദ്ധതികൾ. വയോ അമൃതം, വയോ എല്ലാത്തിലും ഉണ്ടില്ലേ? വയോ, 3 വയോ. ഇവിടെ ഒരു വയോമിത്രം നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്നത് വയോമിത്രം നമുക്കറിയാം, അത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയയിലുള്ളവർക്കാണ്. നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിത്, വയോമിത്രം. അവർക്ക് വേണ്ടി മാത്രം ലിമിറ്റ് ചെയ്തിരിക്കുന്ന പദ്ധതിയാണ്. KSSM ആണ് ഇത് നടപ്പാക്കുന്നത്. വയോ അമൃതം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, അമൃതം ആയുർവേദ ചികിത്സയുമൊക്കെയായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ അമൃതം. അപ്പോൾ അമൃതം എന്ന് പറയുന്നത് വയോജനങ്ങൾക്ക്, അതിന് നഗരപ്രദേശമെന്നോ ഗ്രാമപ്രദേശമൊന്നും ഇല്ല, ആയുർവേദ ചികിത്സ, വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന വയോജനങ്ങൾക്ക് ആയുർവേദ ചികിത്സ ലഭ്യമാക്കുന്ന സാമൂഹ്യനീതി വകുപ്പും ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിനും ISM-ഉം, അതായത് നമ്മുടെ ആയുർവേദ വകുപ്പും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ് വയോ അമൃതം. വയോരക്ഷ എന്ന് പറയുന്നത് രക്ഷയാണ്. വയോജനങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുന്നു, അവിടെ അവർക്കൊരു രക്ഷ വേണം. അവർക്കപ്പോൾ സാമ്പത്തികമില്ലാതെ ആയി പോകരുത്. അങ്ങനെ അടിയന്തര സാഹചര്യങ്ങളിൽ വൃദ്ധജനങ്ങൾക്ക് സഹായം എത്തിക്കുന്ന പദ്ധതിയാണ് വയോരക്ഷ. അപ്പോൾ വയോമിത്രം അറിയാം, അത് കോർപ്പറേഷൻ മുനിസിപ്പൽ ഏരിയയിലുള്ളവർക്ക് മാത്രമാണ്. വയോ അമൃതം
വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്നവർ, ഗവൺമെന്റ് വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്നവർക്ക് ആയുർവേദ ചികിത്സ ലഭ്യമാക്കുന്നതാണ് വയോരക്ഷ. അടിയന്തരമായ ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്ക് തുണയാകുന്ന പദ്ധതി, സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന പദ്ധതി. വയോമധുരം നമുക്കറിയാം, വൃദ്ധജനങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു രോഗമാണ് പ്രമേഹം. അവിടെ അവരുടെ പ്രമേഹം നിർണ്ണയിക്കുന്നതിന് വേണ്ടി അവർക്കൊരു ഗ്ലൂക്കോമീറ്റർ ആവശ്യമാണ്. ആ ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതി വയോമധുരം. മധുരം കാണുമ്പോൾ തന്നെ ആ പദ്ധതി വയോജനങ്ങൾക്കുള്ളതാണെന്നും അത് പ്രമേഹ രോഗം ചികിത്സിക്കുന്നതിന് വേണ്ടി ഗ്ലൂക്കോമീറ്റർ നൽകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലായി. തുടർന്ന് വയോ ഇല്ലാത്ത ഒരു പദ്ധതിയാണ് അതിലുള്ളത്, അത് മന്ദഹാസമാണ്. മന്ദഹസിക്കുമ്പോൾ നമ്മുടെ പല്ലുകൾ പുറത്തു വരും. വൃദ്ധജനങ്ങൾക്കുമുണ്ട് പല്ലുകൾ. ആ പല്ലുകൾക്ക് കേട് സംഭവിക്കും. പൂർണ്ണ സെറ്റായി അത് മാറി വെക്കേണ്ടി വരും. അപ്പോൾ മന്ദഹാസം പദ്ധതി വയോജനങ്ങളെ സംബന്ധിച്ച് പല്ലിൻ്റെ പൂർണ്ണ സെറ്റ് വെച്ച് നൽകുന്നതിനുള്ളൊരു പദ്ധതിയാണ്. നേരത്തെ 5000 രൂപയായിരുന്നു ഇതിനായി കൊടുത്തിരുന്നത്. ഇപ്പോഴത് കേരള ഗവൺമെൻറ് ഈ വർഷം അത് 10000 ഉയർത്തിയുണ്ട്. കറണ്ട് അഫയേഴ്സ് ആയിട്ടും ചോദിക്കാവുന്ന ചോദ്യം, മന്ദഹാസം പിടികിട്ടിക്കാണ്. മന്ദഹസിക്കുമ്പോൾ പല്ല് ഓർമ്മ വരും. അപ്പോൾ പല്ലിൻ്റെ പൂർണ്ണ സെറ്റ് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണെന്ന് ഓർക്കും. പിന്നെ വരുന്നത് സായം പ്രഭാഹോമും സെക്കൻഡ് ഇന്നിങ്സും തമ്മിലാണ്. ശരിയാണ്, ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. രണ്ടും ഇവരെ പുനരധിവസിക്കുന്നതിനുള്ള ഹോമിൻ്റെ പേരുകളാണ്. അവിടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, 2 തരം പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട്. സാമൂഹ്യ നീതി വകുപ്പിനും ഗവൺമെൻറ്റിന് കീഴിലുമുള്ള ഹോമുകൾ, ഇവർക്ക് വേണ്ടിയുള്ള ഷെൽട്ടർ ഹോമുകൾ. പിന്നെ മറ്റൊന്ന് പഞ്ചായത്ത് കീഴിലുള്ള ഹോമുകൾ. ഇവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള വൃദ്ധസദനങ്ങളെ ആധുനികവൽക്കരിച്ച് അതിനെ അപ്ഡേറ്റ് ചെയ്ത് അവിടെ പൂർണ്ണ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന പദ്ധതിയാണ് സായം പ്രഭാഹവും. അപ്പോൾ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള വൃദ്ധസദനങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പദ്ധതി, സായം പ്രഭാ ഹോം എന്ന് പറഞ്ഞ ഒരു പദ്ധതി. അതിനെയൊക്കെ അവർ അതിനെ സായം പ്രഭാ ഹോമാക്കി മാറ്റുകയാണ്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതേ രീതിയിൽ ഗവൺമെന്റിന്റെ ഉടമയിലുള്ള അല്ലെങ്കിൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള വൃദ്ധസദനങ്ങളെ എന്താക്കി മാറ്റുക? ആധുനികവൽക്കരിക്കുക. അവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അടിപൊളിയാക്കി തീർക്കുക. അതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സെക്കൻഡ് ഇന്നിങ്സ്. അപ്പോൾ ഇത് ഗവൺമെന്റ് വൃദ്ധസദനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും? ഇവര് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടുവന്ന് നമ്മളെ കുഴപ്പിക്കാൻ ശ്രമിക്കാം. കുഴയരുത്, കുഴങ്ങരുത്. അപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെയും സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെയും പദ്ധതികളിൽ നമ്മൾ വഴുതി വീഴില്ല. മനസ്സിലായോ? നമ്മൾ വഴുതി വീഴില്ല. നോക്കൂ, വയോമിത്രം സംസ്ഥാനത്തെ നഗരപ്രദേശങ്ങളിൽ അവിടെ നോക്കണം കേട്ടോ, പ്രായപരിധി 65 വയസ്സ്. സംസ്ഥാനത്തെ നഗരപ്രദേശങ്ങളിൽ മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ കടന്നു വരാം. അവിടെ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി KSM നടപ്പാക്കി വരുന്ന പദ്ധതി. സൗജന്യ മൊബൈൽ മെഡിക്കൽ ക്ലിനിക്ക് അവർക്ക് വേണ്ടി സജ്ജമാക്കുന്നു. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു. പാലിയേറ്റീവ് കെയർ, വേദന സംഹാരികളായ പരിരക്ഷയും അവർക്ക് നൽകുന്നു. നമ്മൾ പറഞ്ഞതാണ്. വയോ അമൃതം എല്ലാ സർക്കാർ വൃദ്ധസദനങ്ങളിലെയും അന്തേവാസികൾക്ക് ആയുർവേദ ചികിത്സ നൽകുന്നു. ISMഉം സാമൂഹ്യനീതി വകുപ്പും ചേർന്നുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. വയോരക്ഷ അടിയന്തര സാഹചര്യങ്ങളിൽ ധനസഹായം സാമൂഹ്യനീതി വകുപ്പ് വഴി ലഭ്യമാക്കുന്നു. വയോമധുരം നമ്മൾ പറഞ്ഞു, പ്രമേഹവുമായി ബന്ധപ്പെട്ടത്. അവിടെ സൗജന്യ ഗ്ലൂക്കോമീറ്റർ അവർക്ക് നൽകുന്നു സാമൂഹ്യനീതി വകുപ്പ്. ഇതിലൊരു പദ്ധതി മാത്രമാണ് KSMലൂടെ സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്നത്. ബാക്കിയെല്ലാം അവർ നേരിട്ട് നടത്തുന്ന പദ്ധതികളാണ്. പിന്നെ നമ്മൾ മന്ദഹാസം എന്ന് പറഞ്ഞൊരു പദ്ധതിയെ പറ്റി പറഞ്ഞു. അപ്പോൾ അവിടെ പല്ലിൻ്റെ പൂർണ്ണ സെറ്റ് വെച്ച് കൊടുക്കുന്നതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ അവിടെ പ്രായപരിധി ഒന്ന് ഓർക്കണം, 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് കൊടുക്കുക. അത് എല്ലാവർക്കും കൊടുക്കില്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്കാണ് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഇവർ ചോദിക്കും. 60 വയസ്സ് കഴിഞ്ഞ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്കാണ് കൊടുക്കുക.
കൃത്രിമപ്പല്ലിൻ്റെ പൂർണ്ണ സെറ്റേ കൊടുക്കൂ. ഒരു 5-6 പല്ല് മാറാൻ വേണ്ടി ഇത് കൊടുക്കില്ല. സെറ്റ് മൊത്തം പല്ലും മാറ്റുമ്പോൾ മാത്രമേ ഇത് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു നിബന്ധനയാണ്, ഓർക്കണം. ഇപ്പോൾ ധനസഹായം 10,000 രൂപയാണ്, നേരത്തെ 5,000 രൂപയായിരുന്നു. പിന്നെ സായം പ്രഭാഹോമം, സെക്കൻഡ് ഇന്നിങ്സ് ഹോമം നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. LSGD സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഡേ കെയർ സൗകര്യങ്ങൾ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പുതിയ സംരംഭമാണ് സായം പ്രഭാഹം. ഞാൻ നേരത്തെ പറഞ്ഞു, LSGD എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട, ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വൃദ്ധസദനങ്ങൾ അവരുമായി സഹകരിച്ചുകൊണ്ട് ആ വൃദ്ധസദനങ്ങളെ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. അതാണ് സായം പ്രഭാഹവും. പിന്നെ സെക്കൻഡ് ഇന്നിങ്സ് ഹോം സർക്കാർ വൃദ്ധസദനങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്ന പദ്ധതിയാണെന്ന് ഞാൻ പറഞ്ഞു. തുടർന്ന് ഇവർക്ക് ഏറ്റവും അതിപ്രധാനമായി പ്രയോജനപ്പെടുന്നതും നമുക്ക് പ്രയോജനപ്പെടുന്നതും പരീക്ഷയിൽ നമുക്ക് പ്രയോജനപ്പെടുന്നതും ആയ ഒരു കാര്യമാണ് ഇവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ. എൽഡർ ഹെൽപ്പ് ലൈൻ നമ്പർ 14567. മറക്കല്ലേ കുഞ്ഞുങ്ങളെ, 14567. 14567 14567 വൃദ്ധജനങ്ങൾക്കുള്ള, അതായത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ എന്നറിയപ്പെടുന്നത് 14567. ഈ പദ്ധതികൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉറച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഉറയ്ക്കണം. ഉറച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് വ്യക്തമായൊരു തീരുമാനമെടുത്തുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ മുന്നോട്ടിട്ട് തരുമ്പോൾ വ്യക്തമായ തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം എന്നാണെന്ന് ചോദിക്കുകയാണ്. ഞാനിവിടെ നിയമത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കില്ല. കാരണം നിയമം എന്ന ഭാഗത്ത് നിങ്ങളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞു പോകാറുണ്ട്. അത് നിങ്ങൾക്ക് പ്രയോജനകരമാകാറുണ്ട്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം എന്നാണെന്ന് ചോദിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളെ മറക്കല്ലേ, 2007. ആ ആക്ടിൻ്റെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 2007 56-ാം നമ്പർ ആക്റ്റാണ്. ഇന്ത്യൻ പാർലമെന്റിൽ 2007 56-ാം നമ്പർ ആക്ട് എന്നറിയപ്പെടുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും മുൻനിർത്തിയുള്ള നിയമമാണ്. 2007 നിയമമാണ്. ഈ നിയമം, ഇത് നിയമമായത് എന്നു ചോദിച്ചാൽ 29 ഡിസംബർ 2000 നമുക്ക് 2007 നിയമമാണ്. ഇത് എന്നാണ് പാസ്സായത്, എന്നാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത്, എന്നാണ് നിയമമായതെന്ന് ചോദിച്ചാൽ 29 ഡിസംബർ 2007. 29 ഡിസംബർ 2007. ഓക്കെ അല്ലേ? മുതിർന്ന പൗരന്മാർക്ക് തൻ്റെ മക്കളിൽ നിന്നും നിയമപരമായ അവകാശികളിൽ നിന്നും മെയിൻ്റനൻസ് തുക ലഭിക്കുന്നതിന് അപേക്ഷിക്കാൻ നിയമത്തിലെ സെക്ഷൻ 5 പ്രകാരം അർഹരാണ് മക്കളായ വ്യക്തികൾ. അവരുടെ ആശ്രിതരായി ഒരിക്കൽ കഴിഞ്ഞിരുന്നവർ അവരെ അവഗണിക്കുമ്പോൾ, അവർക്ക് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ മുതിർന്ന പൗരന്മാർക്ക് തൻ്റെ മക്കളിൽ നിന്നും നിയമപരമായ അവകാശികളിൽ നിന്നും മെയിൻ്റനൻസ് തുക ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാൻ അർഹതയുണ്ട്. അത് സെക്ഷൻ 5, ഈ നിയമത്തിൻ്റെ സെക്ഷൻ 5 കൊടുക്കുന്ന ആ ഒരു അവകാശമാണ് സെക്ഷൻ 5. ഓർക്കണം കുഞ്ഞുങ്ങളെ, ഇതിൽ പ്രത്യേകതയുമുണ്ട്. അപേക്ഷ 90 ദിവസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണം. അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള കാലാവധി 90 ദിവസമാണ്. പരമാവധി മെയിൻ്റനൻസ് അലവൻസ് 10,000 രൂപയിൽ കൂടരുതെന്നും അവിടെ നിഷ്കർഷിച്ചിട്ടുണ്ട്. പരമാവധി മെയിൻ്റനൻസ് എത്ര രൂപയിൽ കൂടരുത്? 10,000 രൂപയിൽ കൂടരുത്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനും ഉത്തരവാദികളായ വ്യക്തികൾ, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് ഉത്തരവാദിയായ വ്യക്തികൾ മുതിർന്ന പൗരന്മാരെ ഉപേക്ഷിക്കുകയാണെങ്കിൽ മുതിർന്ന പൗരന്മാരെ നോക്കേണ്ടവരാണ്. മക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോവുകയാണ്. അത്തരം ആളുകൾക്ക് 3 മാസം വരെ തടവല്ലാതെ ഈ നഷ്ടപരിഹാരവും കൊടുത്ത് പോകാമെന്ന് കരുതരുത്. ഈ മെയിൻ്റനൻസ് ചാർജ് മാത്രം കൊടുത്താൽ പോരാ. അങ്ങനെ ചെയ്യുന്നവർക്ക് 3 മാസം തടവോ 50,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭ്യമാകും. ഇതും ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. 2007 മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം, ആക്ട് നമ്പർ 56 ഓഫ് 2007 നിയമത്തിൽ നിങ്ങളിത് കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വയോജനങ്ങൾ എന്നുള്ളൊരു ഭാഗം ഇനി അതിനകത്തൊരു ലൂപ്ഹോളും ഇല്ല. അതിനകത്ത് ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയില്ലെന്ന് പറയേണ്ട ഒരു സാഹചര്യമില്ല. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അതിനെല്ലാം ഉത്തരം എഴുതും. അടുത്തത് ഭിന്നശേഷിക്കാരാണ് എൻ്റെ കുഞ്ഞുങ്ങളെ. അവിടെ അവർക്ക് വേണ്ടി നിങ്ങൾ ഓർക്കേണ്ട കുറച്ച് പദ്ധതികളുണ്ട് കേട്ടോ. അതൊന്നും മെനക്കേടായിട്ട് കരുതല്ലേ. ഈ പ്രാവശ്യം നമ്മളോട് വിജയാമൃതം ചോദിച്ചു എന്ന് കരുതി
നമ്മളോട് വിദ്യാജ്യോതിയാണ് ചോദിച്ചത് അല്ലേ? വിദ്യാജ്യോതി ചോദിച്ചെന്ന് കരുതി വിദ്യാജ്യോതി പഠിച്ചു വയ്ക്കാം, ബാക്കി എല്ലാം കൂടെ എങ്ങനെ പഠിക്കാൻ, ഇതെല്ലാം കൂടെ എങ്ങനെ തലയിലിരിക്കും, അങ്ങനെ ഒന്നും കരുതല്ലേ. അവർ മണ്ടന്മാരല്ല. അവർ വീണ്ടും വിദ്യാജ്യോതി എടുത്തൊരു പ്ലേറ്റിൽ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് തരില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ശ്രേഷ്ഠം നിരാമയ അതിജീവനം മാതൃജ്യോതി. എന്താണ് കുഞ്ഞുങ്ങളെ? ഒരു പാട്ട് പോലെ പഠിക്കൂ. എത്ര മനോഹരമാണ്. ശ്രേഷ്ഠം നിരാമയ അതിജീവനം മാതൃജ്യോതി. പ്രതീക്ഷ, വിജയാമൃതം, പരിരക്ഷ, സഹചാരി, സ്വാശ്രയ, വിദ്യാജ്യോതി, പരിണയം, വിദ്യാകിരണം. അവിടെ വിദ്യാജ്യോതിയുമുണ്ട്, വിദ്യാകിരണവുമുണ്ട്, വിജയാമൃതവുമുണ്ട്. കണ്ടോ, വിയിൽ തുടങ്ങുന്ന 3 പദ്ധതികളുണ്ട്. വിജയാമൃതം, വിദ്യാജ്യോതി, വിദ്യാകിരണം. പരിരക്ഷയുണ്ട്, സഹചാരിയുണ്ട്, സാശ്രയുണ്ട്, പരിണയമുണ്ട്. പരിണയം കേൾക്കുമ്പോൾ തന്നെ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പ്രതീക്ഷാ പദ്ധതിയുണ്ട്, ശ്രേഷ്ഠമുണ്ട്, നിരാമയുണ്ട്, അതിജീവനമുണ്ട്, മാതൃജ്യോതിയുണ്ട്. ഈ പദ്ധതികളെ പറ്റി ചോദ്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ചോദിക്കാം. താഴെ തന്നിരിക്കുന്നതിൽ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഏത്, അല്ലെങ്കിൽ പദ്ധതികൾ അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ, ഇത്രയും പദ്ധതികൾ അറിഞ്ഞിരുന്നാലേ നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറയാൻ കഴിയൂ. അതിലൊരു 4 പദ്ധതികൾ പഠിച്ചാലും ചിലപ്പോൾ പറ്റും, പക്ഷെ അതിന് ഭാഗ്യം കൂടി വേണം. പക്ഷേ ഇത്രയും പദ്ധതികൾ അങ്ങ് പഠിച്ചു വെച്ചാൽ ഭാഗ്യം തുണയ്ക്കേണ്ട മക്കളെ. നോക്കൂ, ശ്രേഷ്ഠം നിരാമയ അതിജീവനം മാതൃജ്യോതി, പ്രതീക്ഷ, വിജയാമൃതം, പരിരക്ഷ, സഹചാരി, സ്വാശ്രയ, വിദ്യാജ്യോതി, പരിണയം, വിദ്യാകിരണം. ഓക്കെ അല്ലേടാ? നമുക്ക് ഓരോ പദ്ധതികളെയും പറ്റി ചെറുതായിട്ടൊന്ന് പഠിച്ചു പോകാം. ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ എന്താ? ശ്രേഷ്ഠത പുലർത്തുക. നിങ്ങളൊരു ഭിന്നശേഷിക്കാരനാണോ? കലാകായിക രംഗത്ത് നിങ്ങൾ മികവ് കാട്ടുന്നുണ്ടോ എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിശീലന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് പരിശീലനം ലഭിക്കും. ഏത് പദ്ധതിയിലൂടെ? ശ്രേഷ്ഠം പദ്ധതിയിലൂടെ. ഇത് തന്നെയാണ് ഭിന്നശേഷി സൗഹൃദം പറയുന്ന ശ്രേഷ്ഠം പദ്ധതി. കലാകായിക ഇനങ്ങളിൽ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മികച്ച പരിശീലനം എല്ലാവർക്കും കിട്ടില്ല, ഭിന്നശേഷിക്കാർക്ക്. അതിന് നിങ്ങൾ കലാരംഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കലാകായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ശ്രേഷ്ഠം പദ്ധതിയിലൂടെ മികച്ച സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് സൗജന്യ പരിശീലനം ലഭ്യമാകും. പിന്നെ നിരാമയ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, അത് നിരാമയ എന്ന് മാത്രം പഠിക്കാതെ നിരാമയ ഇൻഷുറൻസ് പദ്ധതി എന്നങ്ങ് പഠിച്ചു വയ്ക്കാം. നിരാമയ ഇൻഷുറൻസ് പദ്ധതി, പിന്നെ തെറ്റില്ല. നിരാമയ എന്ന് പറയുമ്പോൾ ഭിന്നശേഷിക്കാർക്കുള്ളതാണെന്ന് അറിയാം. ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഓക്കെ അല്ലേ? അപ്പൊ ശ്രേഷ്ഠം പരിശീലനം, നിരാമയ ഇൻഷുറൻസ്. ശരിയല്ലേ? ശ്രേഷ്ഠം പരിശീലനം, നിരാമയ ഇൻഷുറൻസ്. വിജയാമൃതം. എന്താണ് വിജയാമൃതം? വിജയമാകുന്ന അമൃതം. വിജയമാകുന്ന അമൃതമാണ് വിജയാമൃതം. എപ്പോഴാണ് വിജയാമൃതം നമ്മൾ ആസ്വദിക്കുന്നത്? നമുക്കൊരു ഡിഗ്രി കിട്ടി, ഒരു ബിരുദാനന്തര ബിരുദം കിട്ടി, ഒരു പ്രൊഫഷണൽ കോഴ്സ് കിട്ടി, ഇവിടെ ഉന്നത വിജയം നേടുമ്പോൾ അത് നമ്മളുടെ വിജയമാണ്, നമ്മളുടെ വിജയമാകുന്ന അമൃതമാണ്. നമുക്ക് ഭാവിയിൽ നമ്മെ മുന്നോട്ട് നയിക്കാൻ അത് പ്രേരകമാണ്. അവിടെ നിങ്ങളൊരു ഭിന്നശേഷിക്കാരനാണെങ്കിൽ, നിങ്ങൾ ഡിഗ്രി, ബിരുദാനന്തര ബിരുദം, പ്രൊഫഷണൽ കോഴ്സുകൾ എന്നീ തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകി പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി വിജയാമൃതം പേരിൽ തന്നെയുണ്ട്. ശ്രേഷ്ഠം കലാകായിക ഇനങ്ങളിൽ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് മികച്ച പരിശീലനം, നിരാമയ ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, വിജയാമൃതം ഡിഗ്രി, ബിരുദാനന്തര ബിരുദം, പ്രൊഫഷണൽ കോഴ്സുകൾ, ഈ തലങ്ങളിൽ ഉന്നത വിജയം നേടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നു കുഞ്ഞുങ്ങളെ വിജയാമൃതം പദ്ധതിയിലൂടെ. അവിടെ വരുന്നു, വിജയാമൃതം കൊണ്ട് തീരുന്നില്ല, വിദ്യാജ്യോതി. വിദ്യാജ്യോതി പാവപ്പെട്ട ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പഠനോപകരണങ്ങളും യൂണിഫോം വാങ്ങുന്നതിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി. അവിടെ ഭിന്നശേഷിയായിട്ട് അംഗീകരിക്കപ്പെടുക 40% അതിന് മുകളിലോ ഭിന്നശേഷിയുള്ളവർക്കാണ്. നമുക്കറിയാം PSCയുടെ സംവരണം ലഭിക്കേണ്ടതും 40% അതിൽ കൂടുതലോ ഭിന്നശേഷിയുള്ളവർക്കായിരിക്കും. അതുപോലെ തന്നെ 40% അതിൽ കൂടുതലോ ഭിന്നശേഷിയുള്ള ഗവൺമെൻറ് സ്കൂളുകളിലോ അൺഎയ്ഡഡ് സ്കൂളിൽ കിട്ടില്ല കേട്ടോ. ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതി നമ്മുടെ വിദ്യാജ്യോതി പദ്ധതി.
അപ്പോൾ അവിടെ വിദ്യാമൃതം നേരത്തെ പഠിച്ചില്ല, ഏതാണ് പ്രൊഫഷണൽ കോഴ്സുകൾ, വിജയം ക്യാഷ് അവാർഡ്, പ്രോത്സാഹനം ക്യാഷ് അവാർഡ്, വിദ്യാജ്യോതി 40% കൂടുതലോ, പഠനോപകരണങ്ങൾ, യൂണിഫോം, ഓക്കെ ആയി. ഇനി വരുന്നു വിദ്യാകിരണം. അവിടെ മൊത്തത്തിൽ സാമ്പത്തികമായി പരാധീനത മൂലം ദുരിതം അനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക്, അവിടെ ശ്രദ്ധിക്കുക, ഈ പദ്ധതിയിൽ നിന്നൊരു വ്യത്യാസം, മാതാപിതാക്കൾ ഭിന്നശേഷിക്കാരാവുകയാണ്. അവിടെ അവർക്ക് എന്നാ പ്രശ്നം? അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. സാമ്പത്തിക പരാധീനത മൂലം ദുരിതം അനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക്, ഭിന്നശേഷിയുള്ള മാതാപിതാക്കളാണ്, അവർക്ക് ചിലപ്പോൾ മറ്റുള്ളവർ ജോലി ചെയ്യുന്ന പോലെ ജോലി ചെയ്ത് കാശ് കൊണ്ടുവരാൻ കഴിയും. മക്കൾ ഭിന്നശേഷി ഇല്ലാത്തവരാകാം, പക്ഷേ മറ്റു മാതാപിതാക്കൾ ഭിന്നശേഷിക്കാരുണ്ടോ, അവർക്ക് അവരുടേതായ പരാധീനതയുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ അവർക്ക് സാമ്പത്തിക ധനസഹായം നൽകുന്നതാണ് വിദ്യാകിരണം. അവിടെ വിദ്യയുടെ ഒരു കിരണം ആരിലേക്കാണ് വർഷിക്കുന്നത്? വിദ്യാകിരണം ആരിലേക്കാണ് മക്കളെ വർഷിച്ചത്? വിദ്യാകിരണം വർഷിച്ചത് സാമ്പത്തിക പരാധീനത മൂലം ദുരിതം അനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ള മാതാപിതാക്കൾ, അവരുടെ മകൾ അവർ ഭിന്നശേഷിക്കാരല്ലെങ്കിൽ പോലും അച്ഛനും അമ്മയും ഭിന്നശേഷിക്കാരായവരാണ്, അവർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് സഹായകമായി എത്തുന്ന പദ്ധതിയാണ് വിദ്യാകിരണം. മറക്കരുത്. അടുത്തത് മാതൃജ്യോതിയാണ്. മാതൃജ്യോതി എന്ന പദ്ധതിയിൽ നിങ്ങൾ ആദ്യം ഒരു ഭിന്നശേഷി കാണണം. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കണം. മാതാവുണ്ട് മാതൃവിൽ, മാതാവിന് വേണ്ടിയുള്ള ജ്യോതിയാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭിന്നശേഷിക്കാരായ അമ്മമാർ, അവരെ സംബന്ധിച്ച് പ്രസവാനന്തര ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് കുഞ്ഞുങ്ങളെ. അവർക്ക് ചിലപ്പോൾ കൈക്ക് ബുദ്ധിമുട്ടുണ്ടാകും, കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുക, അതിനെ പരിചരിക്കുക, അതിനൊന്നും അവർക്ക് പറ്റില്ലെന്നേ. അവിടെ അവർക്ക് ഈ കുഞ്ഞിനെ 2 വർഷം പരിപാലിക്കാനായി, അവർ പ്രസവിച്ച് 2 വർഷം കുഞ്ഞിനെ പരിപാലിക്കാനായി 2000 രൂപ ക്രമത്തിൽ കുഞ്ഞിന് 2 വയസ്സാകുന്നത് വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മക്കളെ മാതൃജ്യോതി. മാതാവിനതൊരു ജ്യോതി തന്നെയാണ്. ഭിന്നശേഷിക്കാരിയായ ഒരു മാതാവിനെ സംബന്ധിച്ച് എന്ത് പ്രയോജനമാണ് ഈ പദ്ധതി? 2 വർഷം 2000 രൂപ, പ്രതിമാസം 2000 രൂപ വീതം ഒരു പരിചാരകയെ നിയമിക്കുന്നതിനായി കൊടുക്കുന്നു ഈ പദ്ധതി. മറക്കരുത്. പരിണയം കല്യാണമാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഭിന്നശേഷിക്കാർ, അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടി ഉണ്ടെങ്കിലോ അവരുടെ പരിണയം, പെൺമക്കളെ വിവാഹം ചെയ്തയക്കുക ബുദ്ധിമുട്ടിലേക്ക് എത്തുമെന്നതിൽ നിങ്ങൾക്കൊരു സംശയവുമില്ല. അവിടെ ഭിന്നശേഷിത്വം മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിക്കാരായ പെൺകുട്ടികളെയും നിയമാനുസൃതം വിവാഹം ചെയ്തയക്കുന്നതിൻ്റെ ചിലവിലേക്കായി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി മക്കളെ, അത് പരിണയമാണ്. പരിണയം എക്സ്ക്ലൂസീവ്ലി ഫോർ ഡിഫറൻ്റ്ലി ഏബിൾ എന്ന് മനസ്സിലാക്കുക. ഈ പരിണയം എല്ലാവർക്കും ഉള്ളതല്ല, അത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഭിന്നശേഷിത്വം മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിക്കാരായ പെൺകുട്ടികളെയും. അപ്പോൾ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺകുട്ടി, അതിന് ഭിന്നശേഷി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഭിന്നശേഷിക്കാരായ മക്കൾ, പെൺമക്കൾ വിവാഹം ചെയ്തയക്കുന്ന ചെലവിലേക്കായി കൊടുക്കുന്ന സഹായമാണ്. ഇതിന് കൊടുക്കുന്നത് കല്യാണ ചെലവ് മൊത്തം വഹിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, 30,000 രൂപയാണ് ഒറ്റത്തവണ ധനസഹായമായി നൽകുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഇനി മറ്റൊരു പദ്ധതി പ്രതീക്ഷയാണ്. ഇപ്പോൾ നമുക്ക് സർക്കാരിന് ധാരാളം കുറച്ചൊക്കെ വൃദ്ധസദനങ്ങളുണ്ട്, സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുണ്ട്. ഒരു ധാരാളം ഒന്നും പറയാനില്ല, വിരലെണ്ണാവുന്നതേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരുപാട് ഭിന്നശേഷിക്കാരുണ്ട്. അവർക്ക് ആശാഭവൻ പോലെയുള്ള സർക്കാർ സാധനങ്ങളുണ്ട്. ആശാഭവൻ മാനസിക രോഗം ഭേദമായിട്ടും വീട്ടുകാർ അവരെ ഏറ്റെടുക്കാനില്ലാതെ വരുമ്പോൾ അവരെ എന്ത് ചെയ്യുന്നതാണ്? അവരെ പുനരധിവസിപ്പിക്കുന്നതാണ് ആശാഭവനുകൾ. പക്ഷെ അവിടെ എല്ലാവരെയും അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് NGOമാർക്ക് ധനസഹായം നൽകിക്കൊണ്ട് പാർപ്പിട സൗകര്യം സർക്കാർ അനുവദിക്കുന്നത്. ഇതിനെന്താ ചെയ്യുക? ഇതിന് തയ്യാറായി മുന്നോട്ട് വരുന്ന നോൺ ഗസറ്റഡ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ പുനരധിവസിപ്പിക്കുന്നതിന് ഒരു വർഷം 39,700 രൂപ കൊടുക്കും. ആരെങ്കിലും തയ്യാറായാൽ 39,700 രൂപ കൊടുക്കും. ചുമ്മാ വാങ്ങിക്കാൻ പറ്റില്ല,
39,700 രൂപ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാനസിക വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായി ഒരു സദനം ഉണ്ടാക്കുകയും അവിടെ അയാളെ അധിവസിപ്പിക്കുകയും അയാളുടെ ചെലവുകളൊക്കെ നമ്മൾ വഹിക്കുകയും വേണം. മനസ്സിലായോ? അങ്ങനെ മാനസിക വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായി ഗ്രാന്റ് അനുവദിച്ചുകൊണ്ട് NGO സഹകരണത്തോടെ പാർപ്പിട സൗകര്യമൊരുക്കുന്ന പദ്ധതി ഒരാൾക്ക് 1 വർഷത്തേക്ക് 39,700 രൂപ ഗ്രാൻറ്റായി അനുവദിക്കുന്നു. മനസ്സിലായില്ലേ മക്കളെ? പിന്നെ അതിജീവനം എന്ന് പറയുന്നത് NGOമാരുമായി, ഇത് 2 NGOമാരുമായിട്ട് വരുന്നത്. ഇത് NGOമാരുടെ സഹകരണത്തോടെ മാനസിക വെല്ലുവിളി നേരിടുന്ന മുതിർന്ന പൗരന്മാർക്ക് മാനസിക വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായി ഗ്രാന്റ് അനുവദിച്ചുകൊണ്ട് NGO സഹകരണത്തോടെ പാർപ്പിട സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ്. അത് നമ്മുടെ ഭിന്നശേഷിയാണ്. മാനസിക രോഗം വന്നു കഴിഞ്ഞാൽ അത് ഭിന്നശേഷിയാണ്. അതിൽ മുതിർന്നവർക്കാണ് ഇത് കൊടുക്കുന്നത്. അത് NGO സഹകരണത്തോടാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും ക്ഷേമ പദ്ധതികളും സ്വയം ചെയ്യാൻ സർക്കാരിന് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ NGO സഹകരണത്തോടുകൂടി ഭിന്നശേഷിക്കാർക്കായി നടപ്പാക്കുന്ന സമഗ്ര വികസന പദ്ധതി അറിയപ്പെടുന്നത് അതിജീവനം എന്നാണ്. പിന്നെ വരുന്നത് ഈ പരിരക്ഷ. ഈ പരിരക്ഷയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ വയോജനങ്ങളുടെ വയോരക്ഷ എന്ന് പറയുന്ന പദ്ധതി ഇല്ലേടാ, വയോരക്ഷ. ഈ വയോരക്ഷാ പദ്ധതിയുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. നമ്മൾ വയോരക്ഷയുടെ എന്താ പറഞ്ഞേ? വൃദ്ധജനങ്ങൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ധനസഹായം നൽകുന്നു. അവർക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നു, കാശ് കയ്യിലില്ല, അപ്പോൾ നൽകുന്നതാണ് വയോരക്ഷ. അതുപോലെ തന്നെ നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നൽകുന്ന ഒരു പദ്ധതിയാണ് ഏത്? ഭിന്നശേഷി എന്നല്ല അതിന് പറയുക, പരിരക്ഷ. ഇവർക്ക് വേണ്ടി പക്ഷെ നമുക്ക് കാണുമ്പോഴേ അറിയാം വയോരക്ഷയാണ്. ഇതിൻ്റെ പേര് പരിരക്ഷ എന്നാണ്. അതായത് അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? പരിരക്ഷ. ഇത് സാമൂഹ്യനീതി വകുപ്പിൻ്റെതാണ്. വയോരക്ഷയും സാമൂഹ്യനീതി വകുപ്പിൻ്റെതാണ്. അത് വയോജനങ്ങൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ പരിരക്ഷ നൽകുന്നു. ഇപ്പം ഈ രീതിയിൽ ഇങ്ങനെ കമ്പയർ ചെയ്ത് അങ്ങോട്ട് പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചാണല്ലോ ഒരൊറ്റ പദ്ധതിയും പോകൂല. അവിടെ ശ്രദ്ധിക്കുക. അടുത്തത് എന്തായാലും ഈ സഹചാരി പദ്ധതിയെ മാത്രമായിട്ട് വിട്ടിട്ട് പോകാൻ എൻ്റെ മനസ്സ് വരുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു 10 പദ്ധതികൾ പറഞ്ഞു തന്ന 11ാമത്തെ പദ്ധതി പറഞ്ഞു തന്നില്ല. അത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. നമ്മുടെ CWD എന്ന് കേട്ടൊന്നും വിഷമിക്കേണ്ട. നമ്മുടെ ഭിന്നശേഷിക്കാരെ സഹായിക്കുന്ന NCC, NSS, SPC യൂണിറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവർക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയാണ്. അവർക്ക് അവാർഡുകൾ നൽകിക്കൊണ്ട് പ്രോത്സാഹനം. അതായത് നമുക്കിപ്പോൾ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് ചിലപ്പോൾ കോമ്പൗണ്ട് കടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, സ്റ്റെപ്പ് കടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഈ സാഹചര്യങ്ങളിൽ അവിടെ NCC യൂണിറ്റ് ഉണ്ടാകും, NSS യൂണിറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ SPC ഉണ്ടാകും. അവരെ സഹായിക്കുന്ന വിദ്യാലയങ്ങളിലെ ഈ നല്ല ആദരണീയമായ രീതിയിൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന NCC, NSS, SPC യൂണിറ്റുകളെ ആദരിക്കുന്ന പരിപാടിയാണ് സഹചാരി പദ്ധതി കേട്ടോ. അതായത് ഈ ഭിന്നശേഷിക്കാർക്ക് സഹചാരിയായി കാമ്പസുകളിൽ നിലകൊള്ളുന്ന NCC, NSS, SPC യൂണിറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായും അവരെ ആദരിക്കുന്നതിനുമായും അവർക്ക് അവാർഡുകൾ നൽകുന്ന പദ്ധതിയാണ് സഹചാരി പദ്ധതി. പിന്നെ അമ്മത്തൊട്ടിൽ അറിയാത്തവരാരും ഉണ്ടാവില്ല. ഒരു അമ്മ അവിവാഹിതയായി ഗർഭം ധരിക്കുമ്പോൾ പലപ്പോഴും കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ അവൾ നിർബന്ധിതരാകും. മാതാപിതാക്കളുടെ സമ്മർദ്ദം, സമൂഹത്തിൻ്റെ സമ്മർദ്ദം കാരണം ആ കുഞ്ഞിനെ ഉപേക്ഷിക്കും. അതിന് വേറെ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് കളഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാവും. അങ്ങനെ വേണ്ട. ആ കുട്ടിയെ നമുക്ക് അമ്മത്തൊട്ടിലിൽ നിക്ഷേപിക്കാം. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹ്യക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. നിങ്ങൾക്ക് വളരെ രഹസ്യമായി ചെന്ന് ഈ കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ നിക്ഷേപിച്ചിട്ട് പോകാം. ആരും അറിയില്ല, നിങ്ങളുടെ കുട്ടിയാണെന്ന് അറിയില്ല. ആ കുട്ടി അനാഥാലയത്തിലേക്ക് പോകും. അവിടെ നിന്ന് സർക്കാരിൻ്റെ സേഫ്റ്റിയിൽ അതെത്തും. അതിനുശേഷം ആരെങ്കിലും കുട്ടികളില്ലാത്തവർ അതിനെ ദത്തെടുത്ത് അതിന് നല്ല ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കും. അമ്മത്തൊട്ടിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അവിടെ കുഞ്ഞുങ്ങളെ ഇനി നിങ്ങൾ പറ, ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ മനസ്സിൽ കയറാൻ വലിയ ബുദ്ധിമുട്ടാണോ? നമ്മൾ നേരത്തെ സ്നേഹം പറഞ്ഞു, ആശ്വാസം പറഞ്ഞു, അങ്ങനെ ഗ്രൂപ്പുകളാക്കി അങ്ങ് പഠിച്ചാൽ പോരെ. എന്നിട്ട് വയോജനങ്ങൾക്ക് വേണ്ടുള്ള പദ്ധതികളൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു. അത് ആരാണ് നടപ്പിലാക്കിയെന്ന് പഠിച്ചിട്ട് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ പഠിക്കാൻ എന്ത് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ പഠിക്കുക. നമ്മൾ ഭിന്നശേഷി കഴിഞ്ഞു, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി കഴിഞ്ഞു. ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഞാൻ അവിടെ ചോദിച്ച 3 സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ കണക്റ്റഡ് ഫാക്ട്സ് മാത്രം പറയാതെ മറ്റു പദ്ധതികൾ പറയുന്നത് എൻ്റെ പ്രതീക്ഷ ഇനിയിപ്പോൾ ആ പദ്ധതികൾ ആവർത്തിക്കില്ലെന്നാണ്. അവിടെ ഒരു പദ്ധതി മിഠായി എന്ന് പറയുന്നൊരു പദ്ധതി കൂടെ ചോദിച്ചിരുന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ 6 ചോദ്യമാണ് പറഞ്ഞത്. 7 ചോദ്യം അവിടെ നിന്നുണ്ടായിരുന്നു. മിഠായി എന്ന് പറയുന്ന പദ്ധതിയും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, മിഠായി. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ വരുന്ന ഒരു അമ്പർല ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതി. നമ്മൾ ഭിന്നശേഷിക്കാരുടെ പഠിച്ചില്ലേ, ഭിന്നലിംഗക്കാർക്ക്. അതിന് നിങ്ങൾ കൂടുതലൊന്നും പഠിക്കേണ്ട കുഞ്ഞുങ്ങളെ. അവരുടെ പദ്ധതികളെ പറ്റി പറയുമ്പോൾ മഴവില്ല് അവരുടെ ഒരു പദ്ധതിയാണ്. മഴവില്ല് നമുക്കറിയാം. വിവിധ പദ്ധതികൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന
ഭിന്നശേഷിക്കാരല്ല ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി മഴവില്ലെന്നറിയപ്പെടുന്നു. ഇനി ഇൻഡിവിജ്വൽ പദ്ധതികൾ. സാകല്യം സ്വയം തൊഴിൽ പദ്ധതി എന്നങ്ങ് പഠിക്കുക. ഒരു സംസ്കൃത ശ്ലോകം അങ്ങോട്ട് ചെല്ലുന്നത് പോലെ സാകല്യം സ്വയം തൊഴിൽ പദ്ധതി. ഓക്കെയാണ്. സാകല്യം സ്വയം തൊഴിൽ പദ്ധതിയാണ്. അതായത് ഭിന്നലിംഗക്കാരെ ആളുകൾ അവർ പലപ്പോഴും വീട്ടിൽ നിന്ന് ബഹിഷ്കൃതരാകാറുണ്ട്. അവർക്ക് സഹായം വേണ്ടേ, ആരെങ്കിലും തുണ വേണ്ടേ? മിക്കപ്പോഴും വീട്ടുകാരൊക്കെ അവർ അവഗണിക്കാറുണ്ട് ഭിന്നലിംഗക്കാരെ. അപ്പോൾ ആ സാഹചര്യത്തിൽ അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ളൊരു പിന്തുണ നൽകുന്ന പദ്ധതിയാണ് സാകല്യം കേട്ടോ. അതാണ് സാകല്യം. പിന്നെ കരുതൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വയോരക്ഷ പോലെ, എന്താണ് വയോരക്ഷ പോലെ ഒരു പദ്ധതിയാണ്. അതുപോലെ പരിരക്ഷ, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പരിരക്ഷ പോലെ ഒരു പദ്ധതിയാണ്. വയോരക്ഷയും പരിരക്ഷയും അറിയാം കുഞ്ഞുങ്ങൾക്ക്. എന്തായിരുന്നടാ വയോരക്ഷ? അടിയന്തര സാഹചര്യങ്ങൾ വൃദ്ധജനങ്ങൾക്ക് സഹായം നൽകുന്ന പദ്ധതി. എന്തായിരുന്നു പരിരക്ഷ? അടിയന്തര സാഹചര്യങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്ന പദ്ധതി പരിരക്ഷ. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? കരുതൽ എന്തായിരിക്കും? അടിയന്തര സാഹചര്യങ്ങളിൽ ഭിന്നലിംഗക്കാരെ സംബന്ധിച്ച്, ഞാൻ ഇവിടെ ഭിന്നലിംഗം എന്നൊന്നും പറയാത്തത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതി ബോർഡിൽ നിങ്ങൾക്ക് വ്യക്തമാകത്തക്ക രീതിയിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ്. നിങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? അടിയന്തര സാഹചര്യങ്ങളിൽ ഭിന്നലിംഗക്കാർക്ക് ധനസഹായം നൽകുന്ന പദ്ധതി എന്താണ് കരുതൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 പദ്ധതികളും കുഞ്ഞുങ്ങളെ ഒരു ഗ്രൂപ്പ് ആക്കിക്കോ. വയോരക്ഷ വൃദ്ധജനങ്ങൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ പരിരക്ഷ നൽകുന്നു. പരിരക്ഷ ഭിന്നശേഷിക്കാർക്ക് അടിയന്തര സാഹചര്യങ്ങൾ ധനസഹായം നൽകുന്നു. കരുതൽ ഭിന്നലിംഗക്കാർക്ക് അടിയന്തര സാഹചര്യങ്ങൾ ധനസഹായം. ഇങ്ങനെ നമ്മൾ സോർട്ട് ചെയ്തൊക്കെ ഇത് പഠിച്ചാൽ നല്ല രസമാണ് കേട്ടോ. പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് മഴവില്ലായി വിവിധ പദ്ധതികൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സമഗ്ര പദ്ധതി അല്ലേ അത്? ആണെന്നേ. സാകല്യം സ്വയം തൊഴിൽ പദ്ധതി, അത് നമുക്കറിയാം. പിന്നെ കരുതൽ അടിയന്തര സാഹചര്യങ്ങൾ ധനസഹായം. അതിന് നമ്മൾ ഏതുമായിട്ടാണ് കണക്ട് ചെയ്തത്? വയോരക്ഷ, പരിരക്ഷ, കരുതൽ. ഇനി വർണ്ണം. പലപ്പോഴും ഭിന്നലിംഗക്കാരായ ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒരു കോളേജിലൊക്കെ പോയി പഠനം നടന്നു. ഇപ്പോഴാണ് സമൂഹത്തിൻ്റെ ആ ഒരു മനോഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ടാകുകയും അവർ എല്ലാ മേഖലകളിലേക്കും കടന്നു കയറുകയൊക്കെ ചെയ്തത്. സർക്കാരും അവർക്ക് വേണ്ടി നിയമനിർമ്മാണങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ അതിനു മുമ്പ് അവരുടെ കാര്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവിടെ അവർക്ക് ചിലപ്പോൾ കോളേജിലൊക്കെ പോയി പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ആ സാഹചര്യത്തിൽ അവർക്ക് വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. വിദൂര വിദ്യാഭ്യാസം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുത്തുകൊണ്ട് അവരുടെ ഡിഗ്രി കൈക്കലാക്കാം അവർക്ക്. അതിനുവേണ്ടിയുള്ള പദ്ധതിയാണ് വർണ്ണം. അപ്പോൾ വർണ്ണം വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായ പദ്ധതി, സാകല്യം സ്വയം തൊഴിൽ പദ്ധതി. മനസ്സിലായല്ലോ? മഴവില്ല വിവിധ പദ്ധതികൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സമഗ്ര പദ്ധതിയുമാണ്. അപ്പോൾ വർണ്ണം വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായ പദ്ധതി ആർക്കുള്ളത്? ഭിന്നലിംഗക്കാർക്കുള്ളത്. സഫലം എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിക്കാൻ ഇവർക്ക് സാമ്പത്തിക സഹായം ഇല്ലാതെ വരും. അവർക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിന് സഹായം നൽകുന്ന പദ്ധതി. അപ്പോൾ വർണ്ണവും സഫലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വർണ്ണവും സഫലവും. ഈ വർണ്ണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിദൂര വിദ്യാഭ്യാസ ഈ വർണ്ണവും സഫലവും വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഭിന്നലിംഗക്കാരെ ഓടി എത്തേണ്ടത്. പക്ഷേ വർണ്ണം പറയുമ്പോൾ വിദൂര വിദ്യാഭ്യാസം, സഫലം പറയുമ്പോൾ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള പദ്ധതി. പിന്നെ വരുന്നത് സമന്വയമാണ്. ചിലപ്പോൾ അവർക്ക് 5ാം ക്ലാസ് 4ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് പിന്നെ അങ്ങോട്ട് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് തുടർന്ന് പഠിക്കാൻ വേണ്ടി സാക്ഷരതാ മിഷനുമായി ചേർന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ, സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന ഒരു തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് സമന്വയ. ഈ സമന്വയം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയുള്ളതാണ്? ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയുള്ള. എന്തിനു വേണ്ടിയുള്ളതാണ്? തുടർ വിദ്യാഭ്യാസ പദ്ധതി. എന്താണ് അതിൻ്റെ പേര്? സമന്വയ. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് നമ്മൾ നേരത്തെ വൃദ്ധജനങ്ങൾക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡേഴ്സിനുള്ള വൃദ്ധജനങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് മിക്കപ്പോഴും ചോദ്യങ്ങളിൽ വരുന്നത്. എങ്കിൽ ഇതും പഠിച്ചു വയ്ക്കുക. 1800 425 21 147 ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ. ഓക്കെ അല്ലേ? ഇനി ഒരു മേഖലയുണ്ട് മക്കളെ. നമ്മൾ കുറേ മേഖലകൾ കടന്നു വന്നില്ലേ? ഇനിയൊരു മേഖലയാണ് ഈ സാമൂഹ്യ പ്രതിരോധം. ഈ സാമൂഹ്യ പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താടാ? ഇതും ചോദിച്ചിട്ടുണ്ട്. ഒരു സെക്ടർ ഒരു പദ്ധതി നിന്നിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ടിരുന്നു? സാമൂഹ്യ പ്രതിരോധം, വയോജനങ്ങൾ, കുട്ടികൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കും. ഈ സാമൂഹ്യ പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഈ ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ പുറത്തിറങ്ങിയാൽ അവരെ നമ്മൾ ഒറ്റപ്പെടുത്തും. അവർക്കൊരു താമസിക്കാനൊരു വീട് കൊടുക്കത്തില്ല. വീട്ടുകാരെ ചിലപ്പോൾ അവർ ബഹിഷ്കരിക്കും. അവർക്ക് താമസിക്കാൻ വീട് കൊടുക്കത്തില്ല, അവർക്ക് ജോലി കൊടുക്കത്തില്ല, അവരെ എല്ലാവർക്കും ഭയമാണ്. അങ്ങനെയുള്ള ആളുകൾ ഇവരൊക്കെ സാമൂഹ്യ പ്രതിരോധത്തിലാണ് വരിക. പിന്നെ ഒരു കുറ്റം ചെയ്തു, അവർ വിചാരണ നേരിടുകയാണ്, കോടതി വിധിച്ചു കഴിഞ്ഞാൽ അവർ കുറ്റവാളിയാകും. അതുവരെ അവർ പ്രൊബേഷനേഴ്സാണ്. അപ്പോൾ അവരങ്ങനെ നടക്കുമ്പോഴും ആളുകൾ ഇവനെല്ലാം കുറ്റം ചെയ്ത് ഇന്ന കേസിൽ പ്രതിയാണല്ലോ എന്ന് കരുതി അയാളെ അവഗണിക്കും. അപ്പോൾ അവരുടെ ജീവിതം ബുദ്ധിമുട്ടാണ്. പിന്നെ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്ന ആളുകളുണ്ട്.
ഒരാൾ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ ഒരു കുട്ടിയുടെ അച്ഛനാണ് മരിക്കുന്നെങ്കിൽ ആ കുട്ടി അനാഥനാവുകയാണ്. അവനും ഈ സാമൂഹ്യ പ്രതിരോധത്തിൻ്റെ ഭാഗമായി വരികയാണ്. ഇവരൊക്കെ കൂടെ ചേരുന്നതാണ് സാമൂഹ്യ പ്രതിരോധം എന്ന് പറയുന്ന സെക്ടർ. അതായത് സാമൂഹ്യമായി വ്യതിചലിക്കുന്നവർക്ക് വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതികളാണ് സാമൂഹ്യ പ്രതിരോധം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്ന് പറയേണ്ട സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികൾ. നീതി വകുപ്പ് നേരിട്ടാണ് ഇത് നടപ്പാക്കുന്നത് കേട്ടോ. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ്. അത് കൂടുതലൊന്നും പഠിക്കാനില്ല. മിത്രം തണലിടം ജീവനം സാമൂഹ്യ പ്രതിരോധം. എന്തേ? മിത്രം തണലിടം ജീവനം സാമൂഹ്യ പ്രതിരോധം. തീർന്നില്ലേ? പഠിക്കും. എന്താണ് മിത്രം പദ്ധതി, തണലിടം പദ്ധതി, ജീവനം പദ്ധതി? എന്താ മിത്രം പദ്ധതി? തൊഴിൽ നൈപുണ്യ പരിശീലന പദ്ധതിയാണ് മിത്രം പദ്ധതി. ഞാനിവിടെ തൊഴിൽ നൈപുണ്യ പരിശീലന പദ്ധതി എന്ന് പറഞ്ഞാൽ ആർക്കും തൊഴിൽ നൈപുണ്യം കൊടുക്കുമോ? ഇല്ല. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, സാമൂഹ്യ പ്രതിരോധം എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടി ഞാൻ ഷോർട്ടാക്കി എഴുതിയിരിക്കുക. എങ്ങനെയാ നിങ്ങളത് മനസ്സിലാക്കേണ്ടത്? നമ്മെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രൊബേഷണർമാർ, ജയിലിൽ നിന്ന് പരോളിൽ വരുന്നവർ, ജാമ്യത്തിൽ വരുന്നവർ, അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നവർ, അവർക്കൊക്കെ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് മിത്രം പദ്ധതി. പിന്നെ തണലിടം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പ്രൊബേഷണർമാരായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊക്കെ അവരുടെ പാർപ്പിടം ഒരു പ്രശ്നമാണ്. ഇപ്പോൾ വീട്ടിൽ അവർക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. നീ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? നീ ഒരു കുറ്റവാളിയല്ലേടാ, ഞങ്ങൾ നാണം കെടുത്തിയില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അവർക്ക് അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഇടക്കാല സംരക്ഷണ കേന്ദ്രം ആവശ്യമാണ്. അതാണ് തണലിടം. തണലിടം നമ്മളീ പറഞ്ഞ സാമൂഹ്യ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട ജയിലിൽ നിന്ന് മോചിതരാകുന്നവരെ പോലെയുള്ള ആളുകൾക്ക് അവരെ പുനരധിവസിപ്പിക്കാൻ, അല്ലെങ്കിൽ പ്രൊബേഷണർമാരായിട്ടുള്ളവർക്ക് അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഇടക്കാല സംരക്ഷണ കേന്ദ്രങ്ങളാണ് തണലിടം എന്നറിയപ്പെടുന്നത്. പിന്നെ ജീവനമെന്ന് പറയുന്നത്, നേരത്തെ നമ്മളൊരു തൊഴിൽ നൈപുണ്യ പരിശീലനം പറഞ്ഞു. അവിടെ പരിശീലനമേ കൊടുക്കുന്നുള്ളൂ, തൊഴിൽ കൊടുക്കുന്നില്ല. മിത്രത്തിലൂടെ പരിശീലനം, ജീവനത്തിലൂടെ പുനരധിവാസം, തൊഴിൽ പുനരധിവാസം. മനസ്സിലായോ? ഈ ഇങ്ങനെ സാമൂഹ്യമായി വ്യതിചലിക്കുന്ന വ്യക്തികൾക്ക് മിത്രം പദ്ധതിയിലൂടെ തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്നു. തുടർന്ന് അവർക്ക് ജീവനം പദ്ധതിയിലൂടെ അവരെ തൊഴിൽ പുനരധിവസിപ്പിക്കുന്നു. ഒരു തൊഴിൽ നൽകി അവരെ പുനരധിവസിപ്പിക്കുന്നു. പിടികിട്ടിയോ? അപ്പോൾ ഈ മിത്രവും ജീവനവും രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. മിത്രത്തിലൂടെ പരിശീലനം, ജീവനത്തിലൂടെ തൊഴിൽ. മിത്രത്തിലൂടെ പരിശീലനം, തൊഴിൽ നൈപുണ്യ പരിശീലനം, ജീവനത്തിലൂടെ സ്വയം തൊഴിൽ, പുനരധിവാസം എന്ന് പറഞ്ഞാൽ തൊഴിൽ. തണലിടം നമുക്കറിയാം, പ്രൊബേഷണർമാർ ജയിലിൽ നിന്ന് മോചിതരാകുന്നത്, ഇവരെ സ്വീകരിക്കാൻ സമൂഹം തയ്യാറല്ലെങ്കിൽ അവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാനുള്ള ഇടക്കാല സംരക്ഷണ കേന്ദ്രങ്ങളാണ് തണലിടം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ സാമൂഹ്യ സുരക്ഷാ മിഷനും സാമൂഹ്യ നീതി വകുപ്പും ഒക്കെ പിന്നിട്ടും ഇവിടെ നമ്മൾ സിസ്റ്റമാറ്റിക് പഠനമാണ് ഇതിനെപ്പറ്റി നടത്തുന്നത്. അല്ലാതെ അവിടുന്ന് ഇവിടുന്നുള്ള ഓരോ പദ്ധതികളെ എടുത്തല്ല ഞാൻ പറഞ്ഞു. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾ മറക്കില്ല. ഏത് രീതിയിൽ ചോദ്യം ചോദിച്ചാലും നിങ്ങൾ മറുപടി പറയും. വനിതാ ശിശു വികസന വകുപ്പ് അവരുടെ എപ്പോഴും ചോദിക്കുന്നൊരു പദ്ധതിയാണ് കുഞ്ഞുങ്ങളെ കാതോർത്ത്. വനിതകൾ അവർ വീട്ടിൽ ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയാകാറുണ്ട്. അവർക്കത് പുറത്തുപോയി പരാതിപ്പെടുന്ന ഒരു നാണക്കേടൊക്കെ ആയിരിക്കും. അവർക്ക് മാനസികമായ അസ്വസ്ഥതകൾ പലതും ഉണ്ടാകും. വീട്ടിലെ ജോലികൾ, വഴക്ക് പറച്ചിൽ കേൾക്കുക എല്ലാം കൂടെ ആകുമ്പോൾ അവർക്ക് വട്ടെടുക്കുന്ന പലതും. അവർക്ക് അവിടെ ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. ചിലപ്പോൾ പോലീസിനോട് പറഞ്ഞ് പരാതിപ്പെട്ട് വീട്ടിലെ ആളുകൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടതുണ്ടാകും. അപ്പോൾ പോലീസിൻ്റെ സഹായം ആവശ്യമായി വരും. നിയമ നടപടികളിലേക്ക് പോകുവാൻ നിയമസഹായം ആവശ്യമായി വരും. ഇവയൊക്കെ ഓൺലൈനായി ഈ സ്ത്രീകൾക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കാതോർത്ത്. നിങ്ങൾ വീട്ടിൽ പീഡിപ്പിക്കപ്പെടുന്ന, ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടിയാണോ? നിങ്ങളുടെ കോള് കാത്തിരിക്കുന്നുണ്ട് ഈ ഓൺലൈൻ പോർട്ടൽ കാതോർത്ത്. കാതോർത്ത് കാതോർത്ത് വിവിധ സാമൂഹ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് എന്തു നൽകുന്നു കുഞ്ഞുങ്ങളെ? ഓൺലൈൻ കൗൺസിലിങ്ങും നിയമസഹായവും പോലീസ് സഹായവും നൽകുന്ന പദ്ധതിയാണ് കാതോർത്ത്. പിന്നെ വരുന്ന പദ്ധതികൾ നിങ്ങൾ ഓർക്കുക: സഹായഹസ്തം, ആശ്വാസനിധി, അഭയകിരണം, മംഗല്യ, എൻ്റെ കൂട്. അപ്പൊ കാതോർത്ത്, സഹായഹസ്തം, ആശ്വാസനിധി, അഭയകിരണം, മംഗല്യ, എൻ്റെ കൂട്. ഈ പദ്ധതികളെ നമ്മളൊന്ന് സമഗ്രമായിട്ട് അറിയണ്ടേ? കാതോർത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിവിധ സാമൂഹ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് ഓൺലൈൻ കൗൺസിലിംഗും നിയമസഹായവും പോലീസ് സഹായവും ലഭ്യമാക്കുന്നു. സഹായഹസ്തം, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിലിനായി സഹായം നൽകുന്ന പദ്ധതി. പ്രായം 55 താഴെ, വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെ. അഭയകിരണം, വിധവകൾക്ക് അഭയസ്ഥാനം നൽകുന്ന ബന്ധുവിന് പ്രതിമാസം 1000 രൂപ. പിന്നെ മംഗല്യം എൻ്റെ കൂടുമുണ്ട്. നമുക്ക് പറയാം, ഇത്രയും പദ്ധതികളൊന്ന് പഠിക്കൂ
കാതോർത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിവിധ സാമൂഹ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് ഓൺലൈൻ കൗൺസിലിങ്ങും നിയമസഹായവും പോലീസ് സഹായവും. സഹായഹസ്തം എന്താണ്? സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിധവകൾ, സ്വയം തൊഴിലിനായി അവർക്ക് സഹായം നൽകുക, വിധവകൾക്കുള്ളതാണ് സഹായഹസ്തം. വിധവകൾക്കാണ് ഈ സഹായഹസ്തം വരുന്നത് കേട്ടോ. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സഹായഹസ്തം നീളുന്നത് വിധവകളിലേക്കാണ്. അവർക്ക് സ്വയം തൊഴിലിനായി സഹായം നൽകുന്ന പദ്ധതിയാണ്. പക്ഷേ അവർക്ക് അതിലൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, 55 താഴെ ആയിരിക്കണം. നമ്മളിപ്പോൾ 55 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ തൊഴിലിന് വേണ്ടി ആയതുകൊണ്ടാണ് 55 താഴെ വാർഷിക വരുമാനമായിരിക്കും. 55 താഴെ ആയിരിക്കണം പ്രായം. അതുപോലെ തന്നെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം കേട്ടോ. 1 ലക്ഷം രൂപയിൽ താഴെയാകണം എന്നും പറയുന്നുണ്ട്. പിന്നെ അഭയകിരണം എന്ന് പറഞ്ഞാൽ വിധവകൾ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് പിന്നീട് ഒറ്റപ്പെടാറുണ്ട്. ഭർത്താവൊക്കെ മരിച്ചു പോയാൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാനില്ലാതെ അവരങ്ങ് ഒറ്റപ്പെട്ടു പോകും. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന വിധവകൾക്ക് അഭയസ്ഥാനം നൽകുന്ന സുമനസ്സുകൾക്ക്, അവരുടെ ബന്ധുവായ ഒരു സുമനസ്സുള്ള ഒരു വ്യക്തിക്ക് പ്രതിമാസം 1000 രൂപ ഇവരുടെ പരിപാലന ചെലവായി 1000 രൂപ സർക്കാർ നൽകും. അത് അഭയകിരണമാണ്. മനസ്സിലായല്ലോ അഭയകിരണം എന്താണെന്ന്? ഇനി മംഗല്യ എന്ന് പറയുന്ന പദ്ധതി, അത് ഞാൻ ചേർക്കാൻ വിട്ടുപോയി, ശ്രദ്ധിക്കുക. മംഗല്യ എന്ന് പറയുന്ന പദ്ധതി എന്തായിരിക്കും മംഗല്യം? വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, ഈ 2 വിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളായിട്ടുണ്ട്. വനിതാ ശിശു വികസന വകുപ്പ് ഈ വിധവകൾക്കും അതുപോലെ തന്നെ വിവാഹമോചിതരായ സ്ത്രീകൾക്കും വിവാഹ ധനസഹായം, അവർക്ക് പുനർവിവാഹത്തിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ. നമ്മൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു പരിണയം പഠിച്ചിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ളൊരു പദ്ധതി പ്രത്യാശ വിവാഹ ധനസഹായ പദ്ധതിയും നമുക്കറിയാം. സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതി അറിയാം നമുക്ക്. പിന്നെ എൻ്റെ കൂടെ എന്ന് പറയുന്നത്, നഗരങ്ങളിൽ രാത്രി സ്ത്രീകളോ കുട്ടികളോ ഒറ്റപ്പെട്ടു, അവർക്ക് ചിലപ്പോൾ ഒരു ലോഡ്ജിലൊക്കെ പോയി തൻ്റെ ഇടത്തോടെ ഒരു റൂം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് അവിടെ താമസ സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതിയാണ് എൻ്റെ കൂടെ. പിന്നെ നമ്മുടെ പരീക്ഷയിൽ ചോദിച്ച ഒരു സാധനമാണ് മിഠായി. നമ്മൾ നേരത്തെ വയോമധുരം പറഞ്ഞു, അത് പ്രമേഹമുള്ള വൃദ്ധന്മാർക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്ന പദ്ധതിയാണെന്ന് പറഞ്ഞു. മിഠായിയും പ്രമേഹവുമായി ബന്ധപ്പെട്ടതാണ്. കുട്ടികളിലുണ്ടാകുന്ന പ്രമേഹം ടൈപ്പ് 1 പ്രമേഹമാണ്. ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികൾക്കും കൗമാരക്കാർക്കുമായി നടത്തുന്ന സമഗ്രമായ ഒരു സാമൂഹ്യ സഹായ പദ്ധതിയാണ് മിഠായി. അപ്പോൾ മിഠായി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ടൈപ്പ് 1 ടൈപ്പ് 2 തരുന്നു. ടൈപ്പ് 2 എന്നാൽ നിങ്ങൾ എന്തേ പറയാവൂ? ടൈപ്പ് 1 പ്രമേഹത്തിനാണ് നൽകുക. ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികൾക്ക് കൗമാരക്കാർക്ക് നടത്തുന്ന സമഗ്രമായ സാമൂഹ്യ സഹായ പദ്ധതി എൻ്റെ കുഞ്ഞുങ്ങളെ, അത് മിഠായിയാണ്. പിന്നെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ സാങ്കേതിക സഹായത്തോടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ് മിഠായി പദ്ധതി. ഇത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ് നടപ്പാക്കുന്നത്. കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ് നടപ്പാക്കുന്നത്. ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികൾക്കും കൗമാരക്കാർക്കുമായി നടത്തുന്ന സമഗ്രമായ സാമൂഹ്യ സഹായ പദ്ധതി. മിഠായി എന്ന പേരിൽ തന്നെ എല്ലാം ഉണ്ട്. ഇനി നമ്മൾ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ 3 പദ്ധതികൾ, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ആശ്വാസ നിധിയുണ്ട് കേട്ടോ. ആശ്വാസം പറയുമ്പോൾ ആശ്വാസ നിധിയും നമ്മൾ പറഞ്ഞേ പറ്റൂ. നമ്മൾ നേരത്തെ കുറേ ആശ്വാസം പറഞ്ഞപ്പോൾ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഈ പദ്ധതിയും പറഞ്ഞെന്ന് തോന്നുന്നു. അവിടെ ഞാൻ വനിതാ ശിശു വികസന വകുപ്പെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ആശ്വാസ നിധിയും പറഞ്ഞിരുന്നു. ലൈംഗിക കുറ്റകൃത്യങ്ങളുടെയും അതുപോലെ തന്നെ അത്യന്തഹീനമായ ലിംഗാധിഷ്ഠിത അക്രമങ്ങളുടെയും ഇരകൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ നിധി. ഇത് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ്. ഇതൊക്കെ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് ഏത് വകുപ്പിൻ്റേതാണെന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. ലൈംഗിക കുറ്റകൃത്യങ്ങളുടെയും അത്യന്തം ഹീനമായ ലിംഗാധിഷ്ഠിത അതിക്രമങ്ങളുടെയും ഇരകൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന പദ്ധതി ആശ്വാസ നിധി. ഇനി മംഗല്യ, വിധവകൾ, വിവാഹമോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ. നമ്മൾ നേരത്തെ പരിണയം പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ, പരിണയം, മംഗല്യ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യാശാ പദ്ധതി, ഇത് 3ഉം വിവാഹ ധനസഹായമാണ്. അതിൽ പരിണയം എന്ന് പറയുമ്പോൾ ഭിന്നശേഷിക്കാർക്കുള്ളതാണ്. മംഗല്യ എന്ന് പറയുമ്പോൾ വിധവകൾ, വിവാഹമോചിതർ എന്നിവർക്കുള്ളതാണ്. അത് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലാണ്. പിന്നെ പ്രത്യാശാ പദ്ധതി എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ കീഴിലാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. പിന്നെ എൻ്റെ കൂടിൻ്റെ കാര്യം പറഞ്ഞു, സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിതമായ അഭയം, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അവിടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ 3 പദ്ധതികളിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രത്യാശാ പദ്ധതി, പരിണയം പദ്ധതി, മംഗല്യ പദ്ധതി. അതിൽ പരിണയത്തെയും മംഗല്യത്തെയും പറ്റി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. പ്രത്യാശാ പദ്ധതി പലപ്പോഴും PSC ചോദ്യകർത്താക്കൾക്ക് പ്രിയങ്കരമായ പദ്ധതി. പ്രത്യാശാ പദ്ധതി, പ്രത്യാശാ വിവാഹ ധനസഹായ പദ്ധതി.
കേരള സാമൂഹ്യ മിഷന്റെ പ്രത്യാശാ പദ്ധതി ആരുടേതാണെന്ന് ചോദിച്ചാൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ്. സാമ്പത്തികമായി ദാരിദ്ര്യമുള്ള മാതാപിതാക്കൾക്ക് അവരുടെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നതിനായി സഹായിക്കുന്ന പദ്ധതിയാണ് പ്രത്യാശാ പദ്ധതി. അവിടെ വികലാംഗനാകണം അല്ലെങ്കിൽ വിധവയാകണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവിടെ കോമൺ ആയിട്ടുള്ളതാണ്. സാമ്പത്തികമായി ദാരിദ്ര്യമുള്ള മാതാപിതാക്കൾക്ക് അവരുടെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നതിന് സഹായിക്കുന്ന പദ്ധതിയാണ് പ്രത്യാശാ പദ്ധതി. പിന്നെ അവിടെ കുറേ മാനദണ്ഡമൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ കടന്നു വന്നിട്ടുമുണ്ട്. ഉപയോക്താക്കളുടെ യോഗ്യതാ മാനദണ്ഡം വയസ്സ് 22-ൽ കൂടുതലായിരിക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ 22 തികഞ്ഞ് ഒരു ദിവസമെങ്കിലും മുന്നോട്ട് പോകണം. അതാണ് 22-ൽ കൂടുതലായിരിക്കണം. 25 തികഞ്ഞ് 22 തികഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. പിന്നെ അപേക്ഷകരുടെ വാർഷിക വരുമാനം 60,000 രൂപയിൽ താഴെയാകണം. മനസ്സിലായല്ലോ? 60,000 രൂപ എക്സീഡ് ചെയ്യാൻ പാടില്ല. 60,000 രൂപയിൽ താഴെയാകണം. ഇതാണ് ഇതിൻ്റെ 2 നിബന്ധനകൾ. ഇത് ഓർക്കുക, പ്രത്യാശാ പദ്ധതി ഓർക്കുക. പിന്നെ നമ്മുടെ പരിണയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭിന്നശേഷി. ഭിന്നശേഷിത്വം മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിക്കാരായ പെൺകുട്ടികളെ നിയമാനുസൃതം വിവാഹം ചെയ്ത് അയക്കുന്നതിനുള്ള ചെലവിലേക്കായി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. പിന്നെ മംഗല്യ പദ്ധതി നമ്മൾ പഠിച്ചല്ലോ കുഞ്ഞുങ്ങളെ. വിധവകൾ, വിവാഹമോചിതർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം 25,000 രൂപയാണ് നൽകുക. അത് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല. ഇനി ചില പദ്ധതികൾ കൂടെ നമുക്കൊന്ന് നോക്കിപ്പോകാം. ആയുർദളം. ഇതൊരു എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ആയുർദളം. പിന്നെ ആപ്തമിത്രം നിങ്ങൾക്കറിയാം. പ്രകൃതി ദുരന്തങ്ങളിൽപ്പെടുന്ന അടിയന്തര സഹായം. പ്രകൃതി ദുരന്തത്തിൽപ്പെടുന്നവർ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, വയനാടൊക്കെ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ഉടലെന്ന് നമ്മൾ എത്രയോ പേരാണ് മരിച്ചത്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആപ്തമിത്രം. രാജ്യാന്തര ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് 3000 പേർക്ക് ഇതിനാവശ്യമായി നമ്മൾ പരിശീലനം നൽകി നിർത്തിയിട്ടുണ്ട്. അതാണ് ആപ്തമിത്രം. ഇനി സീതാലയം എന്താണ്? ആശാഭവൻ എന്താണ്? സീതാലയം ഇത് നമ്മുടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ചൊരു പദ്ധതിയാണ്. അത് എക്സ്ക്ലൂസീവ്ലി നമ്മൾ ഓർക്കണം, ഹോമിയോപ്പതി വകുപ്പിൻ്റെ പദ്ധതിയാണ്. സ്ത്രീകളുടെ അവർക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ട്, സാമൂഹിക പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കാതോർത്ത് എന്ന് പറയുന്നൊരു പദ്ധതി, സൗജന്യമായ കൗൺസിലിംഗ്, നിയമസഹായം, അതുപോലെ തന്നെ പോലീസിൻ്റെ സഹായമൊക്കെ ഈ നെറ്റിലൂടെ നൽകുമെന്ന് പറഞ്ഞു അല്ലേ, ഓൺലൈനായി നൽകുമെന്ന് പറഞ്ഞു. ഇതങ്ങനെ ഓൺലൈനല്ല. സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്ന പരിഹാരത്തിനായി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ചൊരു പദ്ധതിയാണ് സീതാലയം. സീത സ്ത്രീയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ സീതാലയം സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹ്യ പ്രശ്ന പരിഹാരത്തിനായി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. പിന്നെ ആശാഭവൻ നിങ്ങൾക്കറിയാം, മാനസിക രോഗം ഭേദമാകുന്നവരുടെ പുനരധിവാസ കേന്ദ്രമാണ്. ഭൂമിക എന്ന് പറയുന്നൊരു പദ്ധതി മുൻകാലങ്ങളിലൊക്കെ ചോദിച്ചുള്ളൊരു പദ്ധതിയാണ്. അതോർക്കണം. ഭൂമിക സെൻറ്ററുകൾ നമ്മുടെ താലൂക്ക് ആശുപത്രികളിൽ അല്ലെങ്കിൽ ജില്ലാ ഹോസ്പിറ്റലുകളൊക്കെ ഭൂമിക സെൻറ്റർ കാണും. വനിതകൾക്ക് അവിടെ ചെന്ന് പരാതി പറയാൻ കഴിയും. അത് അങ്ങനെയുള്ള വനിതകൾക്കാണ്. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്ക്, ജെൻഡർ ബേസ്ഡ് വയലൻസിന് ഇരയാകുന്നവർക്ക് അവർക്ക് വൈദ്യസഹായം ആവശ്യമാണ്, നിയമസഹായം ആവശ്യമാണ്, കൗൺസിലിംഗ് ആവശ്യമാണ്. ഇവയൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക. ഭൂമിക ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്ക്, ജെൻഡർ ബേസ്ഡ് വയലൻസിന് ഇരയാക്കുന്നവർക്ക് അവർക്ക് വൈദ്യസഹായവും നിയമസഹായവും കൗൺസിലിങ്ങും ലഭ്യമാക്കുന്നുള്ള പദ്ധതിയാണ്. ഇത് നടപ്പാക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, ആരോഗ്യ വകുപ്പും നാഷണൽ ഹെൽത്ത് മിഷനും ചേർന്നാണ് നടപ്പാക്കുന്നത്. നമ്മുടെ ആരോഗ്യ വകുപ്പും നാഷണൽ ഹെൽത്ത് മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഭൂമിക. ഇവർ സംയുക്തമായിട്ടാണ് നടത്തുന്നത്. ഇത് ജെൻഡർ ബേസ്ഡ് വയലൻസ് മാനേജ്മെൻറ്റ് സെൻറ്ററുകൾ, ഇതിനുവേണ്ടി ഭൂമിക സെൻറ്ററുകൾ എന്നറിയപ്പെടുന്ന ജെൻഡർ ബേസ്ഡ് വയലൻസ് മാനേജ്മെൻറ്റ് സെൻറ്ററുകൾ നമ്മുടെ താലൂക്ക് ആശുപത്രികളിലും അതുപോലെ തന്നെ പിന്നെ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളിലുമൊക്കെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഓരോ ജില്ലയിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടാകും. പിന്നെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ പ്രത്യേക പദ്ധതികളെന്ന് നമുക്ക് പറയാവുന്ന ഒരു പദ്ധതിയാണ് ആരോഗ്യകിരണം കേട്ടോ. അത് നമുക്കറിയാം, അവർക്ക് പ്രിയപ്പെട്ട പദ്ധതി. ആരോഗ്യകിരണം എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലെല്ലാം ഉണ്ട്. ആരോഗ്യകിരണത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് എനിക്കൊരു സംശയമില്ല. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ്. ഇത് 2022 നവംബർ 1 മുതൽ ആരംഭിച്ച പദ്ധതി. 2022 കേരളപ്പിറവി ദിനം മുതൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അധികം പഴക്കമൊന്നുമില്ലാത്ത പദ്ധതിയാണ് ആരോഗ്യകിരണം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണോ? നിങ്ങളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയെപ്പറ്റി നിങ്ങളപ്പോൾ ഓർക്കണം. ആരോഗ്യകിരണം 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി 2022 നവംബർ 1 മുതൽ ആരംഭിച്ച പദ്ധതി ആരോഗ്യകിരണം. പിന്നെ ശ്രുതിതരംഗം പദ്ധതി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സുകളിയും എന്തിനാണ് ഇദ്ദേഹം ഇത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ പദ്ധതി എന്നുള്ള പേരിൽ പറയുന്നത്, ഇത് സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതി അല്ലേ എന്നൊക്കെ ചോദിക്കും. കഴിഞ്ഞ വർഷം വരെ ഇത് സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതിയാണ്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാം, ഇപ്പോൾ ശ്രുതിതരംഗം പദ്ധതി ആരുടെ കീഴിലാണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ കീഴിലാണ് എന്ന് നിങ്ങൾ പറയണം.
അവിടെ നമുക്കറിയാം ജനിച്ച് 5 വയസ്സ് പ്രായം വരെയാകുന്ന കുട്ടികൾക്ക്, ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും ഓഡിറ്ററി വെർബൽ ഹാബിലിറ്റേഷനും AVH നൽകുന്ന പദ്ധതിയാണ് ശ്രുതിതരംഗം. അപ്പോൾ ശ്രുതിതരംഗം പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ പിന്നെ കാതോരമുണ്ടല്ലോ. കാതോരം എന്ന് പറയുന്നത് ഈ ശ്രുതിതരംഗം പദ്ധതി പ്രകാരം ഈ പറഞ്ഞ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടന്നിട്ടുള്ളവർക്ക് തുടർ ചികിത്സ ലഭ്യമാക്കുന്ന അനുയാത്രാ പദ്ധതിയുടെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് കാതോരം എന്ന് പറയുന്നത്. പിന്നെ മുൻപ് ധ്വനി എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. കാരണം ഈ ശ്രുതിതരംഗം തുടങ്ങുന്നതിന് മുൻപ് ഓപ്പറേഷൻ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്, ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവരുണ്ട്. അവർക്ക് തുടർ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയായിരുന്നു ധ്വനി. കാതോരത്തിൽ ശ്രുതിതരംഗം പദ്ധതിയുടെ പിന്തുടർന്നുള്ള ചികിത്സയാണ് നൽകുന്നത്. അപ്പോൾ അതാണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ശ്രുതിതരംഗം പദ്ധതി നിങ്ങൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഇത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ കീഴിലാണെന്ന് മനസ്സിലാക്കുക. അതെന്താണെന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതിൻ്റെ ഫുൾ ഫോമാണ് KASP. എന്താ KASPയുടെ ഫുൾ ഫോം? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് PMJY പദ്ധതി. നമ്മളോർക്കും ഇത് കേരള ഗവൺമെൻറ് പദ്ധതിയാണല്ലേ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ ഒരു കേരളീയത്വം, മലയാളിത്വമുണ്ട്. പക്ഷേ ഈ പദ്ധതി തന്നെയാണ് ഏതാ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആയുഷ്മാൻ ഭാരത് PMJY പദ്ധതി എന്ന് പറയുന്ന പദ്ധതി. നമുക്കറിയാം ഈ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതി എന്ന് പേര് കേട്ട പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ആ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് കാസ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിലാണ്. ഇവിടെ ചെയ്യുന്നത് ദ്വിതീയ തൃതീയ തല ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ദരിദ്രരും ദുർബലരുമായ കുടുംബാംഗങ്ങൾക്ക് നൽകി വരുന്ന ഒരു പദ്ധതിയാണിത്. ഒരു വർഷം ലിമിറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 5 ലക്ഷം രൂപ വരെയാണ് നൽകുന്നത്. ഇത് നമ്മുടെ പണ്ട് നമ്മുടെ KM മാണി അവതരിപ്പിച്ച ഒരു ലോട്ടറി ഈ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി ഉണ്ടായിരുന്നു, കാരുണ്യ ബെനഫലന്റ് ഫണ്ട് സ്കീം. ആ സ്കീം അത് KBF എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അത് ലോട്ടറി വകുപ്പ് വഴി നടപ്പാക്കിയ ഒരു ട്രസ്റ്റ് മോഡൽ പദ്ധതിയായിരുന്നു. ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ക്യാൻസർ ചികിത്സ നടത്തുന്നവരെയും മറ്റും സഹായിച്ചിരുന്നൊരു പദ്ധതിയാണ്. ആ പദ്ധതിയും നമ്മളിപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലേക്ക് ലയിപ്പിച്ചിട്ടുണ്ട്. ഈ കാരുണ്യ സുരക്ഷാ പദ്ധതി എന്നതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഏതാണ്? ആയുഷ്മാൻ ഭാരത് PMJY പദ്ധതിയാണ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. പിന്നെ ഈ 2 പേര് നിങ്ങൾ അറിയണം. അക്ഷയ കേരളം സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയാണ്. നമ്മുടെ മോഹൻലാലിലെ നടൻ മോഹൻലാലാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. അക്ഷയ കേരളം, ക്ഷയമില്ലാത്ത കേരളം. അക്ഷയ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ്. വെറും അക്ഷയ എടുത്തിട്ട് ചോദിച്ചാൽ അത് കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ്. പക്ഷേ അക്ഷയ കേരളം എന്ന് പറയുമ്പോൾ എന്താണ്? അത് ക്ഷയരോഗ നിവാരണത്തിനുള്ള പദ്ധതിയാണ്. ക്ഷയരോഗ നിവാരണം. ഓർക്കണേ മക്കളെ, തെറ്റിപ്പോവല്ലേ. ഒരു അശ്രദ്ധ കൊണ്ട് ഒരു മാർക്ക് പോയാൽ പോക്കാ, നമുക്ക് പിന്നെ ഒരു 3-1 മാർക്ക് കൂടെ പോയി കിട്ടും. അപ്പോൾ അക്ഷയ കേരളം സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയാണ്. പിന്നെ അശ്വമേധം നമുക്കറിയാം. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രർ തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന് നമ്മുടെ തോപ്പിൽ ഫാസിയുടെ നാടകത്തിൽ, KPSC അവതരിപ്പിച്ച നാടകത്തിൽ, അന്ന് ആ നാടകത്തിലെ കുഷ്ഠരോഗി പാടി. അത് നമ്മുടെ മനസ്സിലേക്കൊക്കെ ആർന്നിറങ്ങി കുഷ്ഠരോഗികളോടുള്ള നമ്മുടെ മനോഭാവം മാറി അവരെയും നമ്മൾ മനുഷ്യരായി കണ്ടു. കുഷ്ഠരോഗം ഒരു പാപമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആ നാടകം അവസാനിക്കുമ്പോൾ അത് നമ്മുടെ മനസാക്ഷിയെ മാറ്റിമറിച്ചു. ആ നാടകത്തിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെ ഇവിടെ നമ്മൾ കുഷ്ഠരോഗ നിർണയ പ്രചാരണ പരിപാടി നടത്തുന്നു. അതാണ് അശ്വമേധം കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഒരു കുഷ്ഠരോഗ നിർണയ പ്രചാരണ പരിപാടിയാണ്. കുഷ്ഠരോഗം രഹസ്യമായിട്ട് വെക്കാതെ തുടക്കത്തിൽ തന്നെ നിർണയിച്ച് ചികിത്സിച്ച് കഴിഞ്ഞാൽ അത് മാറും. അപ്പോൾ അതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് അശ്വമേധം. അത് തോപ്പിൽ ഫാസിയുടെ നാടകത്തിൻ്റെ പേരിൽ വന്നപ്പോൾ അത് എത്രയോ മനോഹരമായി. പിന്നെ നമ്മളുടെ പരീക്ഷയിലെ പ്രമുഖമായ ഒരു പദ്ധതി സുകൃതം, ആരോഗ്യവകുപ്പിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. സുകൃതം, ആരോഗ്യവകുപ്പിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുകൃതം. അമൃതമാരോഗ്യം എന്ന് പറയുന്നത് അറിയാത്തവരാരാടാ ഉള്ളത്? ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി. നമ്മുടെ പ്രഷർ, പ്രമേഹം, ഇങ്ങനെയൊക്കെയുള്ള പൊണ്ണത്തടി, ഇതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള പദ്ധതിയാണ് അമൃതമാരോഗ്യം. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് അമൃതമാരോഗ്യം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൻ്റെ ഉപപദ്ധതികൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നമ്മുടെ PSC മുൻപൊരിക്കൽ ചോദിച്ചു, താഴെ പറയുന്നതിൽ അമൃതമാരോഗ്യം പദ്ധതിയുടെ ഉപപദ്ധതികൾ ഏത്, അല്ലെങ്കിൽ ഉപപദ്ധതി അല്ലാത്തത് ഏത് എന്നും പറഞ്ഞ് ഇനി ചോദിക്കാം. അപ്പോൾ ഈ ഉപപദ്ധതികളെ കൂടി മനസ്സിലേക്ക് ഒന്ന് എടുത്തു വെച്ചാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും.
ഇന്നല്ലെങ്കിൽ നാളെ. അതിലൊന്ന് ശ്വാസ് എന്ന് പറയുന്ന പദ്ധതി ഇതിൻ്റെ ഉപപദ്ധതിയാണ്. IHCI എന്ന് പറയുന്ന പദ്ധതി, നയനാമൃതം എന്ന് പറയുന്ന പദ്ധതി, പോപ്പുലേഷൻ ബേസ്ഡ് സ്ക്രീനിങ്, CAPD ക്ലിനിക്സ്, പാദസ്പർശം അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് ക്ലിനിക്, സിരസ് അല്ലെങ്കിൽ സ്ട്രോക്ക് ഐഡന്റിഫിക്കേഷൻ, റീഹാബിലിറ്റേഷൻ, അവയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പ്രോജക്റ്റ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയം നമുക്കില്ല. പരീക്ഷ എടുത്ത സമയമാണ്. ഈ ക്ലാസ് എനിക്ക് എത്രയും വേഗം പൂർത്തിയാക്കണം. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ പദ്ധതികളൊന്ന് പഠിച്ചു വയ്ക്കൂ. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിയുക. ജീവിതശൈലി രോഗങ്ങളെ അവയുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പേര്? ശൈലി. ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങളിലെ ശൈലി എന്നാണ് ആ മൊബൈൽ പോർട്ടലിന്റെ പേര്. നോക്കൂ, ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ശൈലി. പിടികിട്ടിയല്ലോ. മൃതസഞ്ജീവനി പദ്ധതി നമുക്കറിയാതെ ഷെയർ ദ ഓർഗൺ സേവ് ലൈവ്സ് എന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്ന ഈ പദ്ധതി അറിയാത്തവർ കേരളത്തിൽ ആരാണ് എൻ്റെ കുഞ്ഞുങ്ങളെ? മുദ്രാവാക്യം എന്താണ്? ഷെയർ ഓർഗൻ സേവ് ലൈവ്സ്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? കേരളത്തിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ കീഴിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി. കേരളത്തിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ കീഴിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. മുദ്രാവാക്യം ഷെയർ ഓർഗൻ സേവ് ലൈവ്സ്. ഇതിൻ്റെ ഗുഡ്വിൽ അംബാസിഡറും മോഹൻലാലാണ്. അക്ഷയ കേരളത്തിൻ്റെ മോഹൻലാലായിരുന്നു. ഇതിൻ്റെ ഗുഡ്വിൽ അംബാസിഡറും മോഹൻലാലാണ്. സുഭിക്ഷ കേരളം. നമ്മുടെ കോവിഡ് വന്ന സാഹചര്യത്തിൽ അതിർത്തികൾ അടയ്ക്കപ്പെട്ടപ്പോൾ, നമുക്കാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ എത്താതെ വന്നപ്പോൾ നമ്മൾ ആലോചിച്ചു, ഭക്ഷ്യ സ്വയം പര്യാപ്തത ആവശ്യമല്ലേ? അങ്ങനെ ഒരു ചിന്തയുണ്ടായപ്പോൾ നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയ ഒരു പദ്ധതി സുഭിക്ഷ കേരളം. സുഭിക്ഷ കേരളം. ഭക്ഷ്യസുരക്ഷയും സുരക്ഷിതമായ ഭക്ഷണവും ഉറപ്പുവരുത്താൻ ഭക്ഷ്യസാധനങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന കർമ്മ പദ്ധതി മക്കളെ സുഭിക്ഷ കേരളം. ഇത് എന്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ, കൊറോണ-19 മഹാമാരിയിൽ സംസ്ഥാന അതിർത്തികൾ അടച്ചിടേണ്ടി വന്ന പശ്ചാത്തലത്തിലാണ് അങ്ങനെ നടപ്പാക്കപ്പെട്ട പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. കെ സ്മാർട്ട് ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത ഒരു പോർട്ടലാണ്. നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭിക്കണോ? നിങ്ങൾ ഈ പോർട്ടലിലേക്ക് കയറൂ. കെ സ്മാർട്ട്, കേരള സ്മാർട്ട്, കെ സ്മാർട്ട്. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പോർട്ടൽ. മക്കളെ മറക്കല്ലേ, കെ സ്മാർട്ട്. സത്യമേവ ജയതേ. നമ്മളിങ്ങനെ ഡിജിറ്റൽ ലോകത്ത് വിലസുകയാണ്. ഇതിനിടയിൽ എത്രയെത്ര ചതിക്കുഴികളിലാണ് നമ്മൾ ചെന്നെത്തുന്നത്, നമ്മുടെ മക്കൾ ചെന്നെത്തുന്നത്. അവിടെ 5 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഡിജിറ്റൽ സാക്ഷരത നൽകുന്ന ഒരു പരിപാടിയാണ് സത്യമേവ ജയതേ. നമ്മുടെ കൈറ്റിന്റെ നേതൃത്വത്തിൽ 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കുട്ടികളെ ഡിജിറ്റലായി ബോധവൽക്കരിക്കുന്നു, അതിൻ്റെ ചതിക്കുഴികൾ മനസ്സിലാക്കുന്നു, അവയിൽ നല്ലവയെ സ്വീകരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു, സത്യവും മിഥ്യവും അറിയുവാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ആ പദ്ധതിയാണ് സത്യമേവ ജയതേ. ഹൃദ്യം എന്നൊരു പദ്ധതി. ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഹൃദ്യം പദ്ധതിയുടെ ഇതിൽ വരിക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അനിയാത്ര എന്നൊരു പദ്ധതിയുണ്ട്. അത് സംസ്ഥാനത്തെ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനായി ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് അനിയാത്ര പദ്ധതി. സാമൂഹിക പങ്കാളിത്തത്തോടെയുള്ള പദ്ധതി. ഇവിടെ ചെയ്യുന്നത് നമുക്കറിയാം, നമ്മുടെ മാജിക്കൽ അക്കാഡമിയൊക്കെ ഇതിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക്കൽ അക്കാഡമി ഇതിൽ വരുന്നുണ്ട്. അവരുടെ ഒരു ടീം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ സഹകരണത്തോടെ സാമൂഹിക പങ്കാളിത്തത്തോടെയുള്ള ഭിന്നശേഷി പദ്ധതികളാണ് അനിയാത്ര പദ്ധതിയുടെ കീഴിൽ വരിക എന്ന് മനസ്സിലാക്കുക. ഒരു കുട്ടി ഭിന്നശേഷിക്കാരനായി വൈകല്യത്തോട് ജനിച്ചാൽ അവൻ്റെ ജീവിതകാലം മൊത്തം അവനെ അനുഗമിച്ച് അവന് സപ്പോർട്ട് നൽകുന്ന പദ്ധതിയാണ് അനിയാത്ര പദ്ധതി. കാതോരം എന്ന പദ്ധതി ഞാൻ നേരത്തെ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ സുദീരംഗം പദ്ധതി മുഖേന കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ കുട്ടികളുടെ തുടർ പരിപാലനം നടപ്പാക്കുന്നു. ഇത് അനിയാത്ര പദ്ധതിയുടെ ഭാഗമാണ്. കാതോരം. ഇനി നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതും എന്നാൽ PSC ശ്രദ്ധിക്കുന്നതുമായ ഒരു മേഖലയാണ് സാമൂഹ്യ നീതി വകുപ്പ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്നാണ് സ്ഥാപിതമായത്? സ്റ്റേറ്റ്മെൻറ്റിൽ കടന്നു വന്നിട്ടുണ്ട്. ചിലപ്പോൾ 1985 എന്നൊക്കെ തരും. നമ്മളെ തെറ്റിക്കാൻ നോക്കും. തെറ്റിക്കില്ല. 1975 സെപ്റ്റംബർ 9.
കേരളത്തിൽ നേരത്തെ സാമൂഹ്യനീതി വകുപ്പ് 1975 വരെ ഇല്ലായിരുന്നേ. കേരളത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ വിലസുകയായിരുന്നു. സാമൂഹ്യനീതി വകുപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വകുപ്പ് കേരളത്തിൽ ആരംഭിക്കുന്നത് 1975 സെപ്റ്റംബർ 9-നാണ്. അന്ന് സാമൂഹ്യനീതി വകുപ്പ് എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്? വനിതാ ശിശു വികസന വകുപ്പ് അതിനകത്ത് തന്നെയാണ്. ഇത് രണ്ടും കൂടെ ചേർത്താണ് സാമൂഹ്യനീതി വകുപ്പ് എന്ന് പറഞ്ഞാൽ 1975 സെപ്റ്റംബർ 9-ന് അത് ആരംഭിക്കുന്നത്. പിന്നെ ഈ കേരള സാമൂഹ്യനീതി വകുപ്പ് എന്ത് ചെയ്തെന്നറിയോ? അവര് പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി ഒരു മിഷൻ ഉണ്ടാക്കി. അതാണ് KSSM, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ. അത് അവർ ആരംഭിക്കുന്നത് 2008-ലാണ്. അപ്പോൾ 1975, 2008 രണ്ട് ഡേറ്റും പിടി കിട്ടിയല്ലോ. സാമൂഹ്യനീതി വകുപ്പ് 1975 സെപ്റ്റംബർ 9, കേരള സാമൂഹ്യനീതി മിഷൻ KSSM 2008 ഒക്ടോബറിൽ. സാമൂഹ്യനീതി വകുപ്പ് സ്പോൺസർ ചെയ്യുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയാണ് എന്ത്? KSM. ഇതിൻ്റെ ചെയർമാൻ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ്. ഇനി ഏറ്റവും അവസാനം ഉണ്ടായത് വനിതാ ശിശു വികസന വകുപ്പാണ്. ഇനി ഇതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ ചോദിച്ചാലും നമ്മൾ ഇതേ രീതിയിൽ എടുത്തെഴുതണം. അപ്പോൾ ഈ ഡേറ്റ് ഓർത്തിരിക്കണം. 2017-ലാണ് സാമൂഹ്യനീതി വകുപ്പിനെ വിഭജിച്ച് എന്ത് വന്നത്? വനിതാ ശിശു വികസന വകുപ്പ് വന്നത്. ഒന്നങ്ങോട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇനി നമ്മുടെ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ OR കേളുവിനെ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. അതുപോലെ പരിചയപ്പെടുത്തുന്ന രണ്ട് മുഖങ്ങളാണ് നമ്മുടെ R ബിന്ദു, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരിയായ മന്ത്രി വീണ ജോർജ്. നോക്കൂ, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ് പ്രൊഫസർ R ബിന്ദു, നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. അവർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെന്ന് നമുക്കറിയാം. പ്രൊഫസർ R ബിന്ദു സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ്. ഇനി വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ വീണ ജോർജാണ്. അവർ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ അതിപ്രധാനമായ ചോദ്യസാധ്യതയുള്ള ഒന്നാണ് സുനിധി പോർട്ടൽ. എന്താണ് സുനിധി പോർട്ടൽ മക്കളെ? ഈ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സേവനങ്ങളുണ്ടല്ലോ, 31 പദ്ധതികളാണ്, 31 സേവനങ്ങളുണ്ട്. ഈ 31 സേവനങ്ങളും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അതിന് അപേക്ഷിക്കാം. അതിനുവേണ്ടി നിങ്ങൾ പ്രവേശിക്കേണ്ട പോർട്ടലാണ് സുനിധി പോർട്ടൽ. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, നമുക്ക് സുനിധി പോർട്ടലൊന്നും കയറിയില്ലെങ്കിലും സാമൂഹ്യനീതി വകുപ്പിൻ്റെ 31 സേവനങ്ങൾ ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയുന്ന പോർട്ടൽ ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്താ മക്കളെ പറയുക? സുനിധി പോർട്ടൽ. അതിനുവേണ്ടി തിരയുമ്പോൾ നിങ്ങൾ ഏത് വെബ് അഡ്രസ്സിലാണ് തിരിയുക? www.sunidhi.sjd.kerala.gov.in. പിന്നെ ക്യാൻസർ സുരക്ഷ എന്നൊരു പദ്ധതിയുണ്ട്. ക്യാൻസർ ബാധിതരായ, പിന്നെ പേരിൽ തന്നെ അറിയാം, ക്യാൻസർ ബാധിതരായ 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതിയാണ്. ഇത് തുടങ്ങിയത് 2008 നവംബർ 1-നാണ്. ക്യാൻസർ സുരക്ഷാ പദ്ധതി. പിന്നെ ഹങ്കർ ഫ്രീ സിറ്റി പേരിൽ തന്നെ ഉണ്ട്. നഗരങ്ങളിൽ നിരാലംബർക്ക്, സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്ക്, അവരുടെ കൂട്ടിരിപ്പുകാർക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുന്ന സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയാണ് ഹങ്കർ ഫ്രീ സിറ്റി. ഇത് നഗരങ്ങളിലുള്ള ആശുപത്രികളിലേക്കാണ് ഇത് നൽകുക. സ്പെക്ട്രം, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായി സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് 2018 ആരംഭിച്ച് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ്. ഓട്ടിസവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സ്പെക്ട്രം. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായി സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് 2018 ആരംഭിച്ച് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ്, സമഗ്ര പദ്ധതിയാണ് സ്പെക്ട്രം. 2026-നകം ചുരുങ്ങിയത് 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കേരള നോളജ് എക്കോണമി മിഷൻ. ഇതിനെപ്പറ്റി നിങ്ങൾ എത്ര പേർക്ക് അറിയാം? ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സൈറ്റിൽ പോയി DWMS എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നൊരു പോർട്ടലുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പിന്നെ തൊഴിൽ ദാതാക്കളുണ്ട്. നിങ്ങളെയും ഒരേ പ്ലാറ്റ്ഫോമിൽ ഇരുത്തിക്കൊണ്ട്, ചിലപ്പോൾ സ്വകാര്യ കമ്പനികളിലൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് ജോലി ലഭിക്കും. പക്ഷേ ഒരു 15,000 മുതൽ 30,000 രൂപ വരെയൊക്കെ അവിടെ ശമ്പളം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ഇതിനിടയിൽ പരിശീലിക്കാവുന്നതാണ്. ഇത് ഇക്കോണമി മിഷനാണ്. ഇതിൻ്റെ ലക്ഷ്യം 2026-നകം 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കേരള ഇക്കോണമി മിഷൻ, KKEM എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. കേരള നോളജ് ഇക്കോണമി മിഷൻ്റെ ഡിജിറ്റൽ പോർട്ടൽ DWMS ആണ്. DWMSൻ്റെ ഫുൾ ഫോം ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം കേട്ടോ. ഇതൊക്കെ പഠിച്ചു വയ്ക്കണം. ഇനി കേരള എക്കോണമി മിഷൻ്റെ തൊഴിൽ നൈപുണ്യ തൊഴിൽദാന പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ആർക്കാണെന്നും ചോദിക്കാം, KDISC. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എക്കോണമി മിഷൻ എന്താണെന്ന് ഓർക്കണം. DWMS അതിൻ്റെ പോർട്ടലാണ്. ഇതിൻ്റെ നടത്തിപ്പ് ചുമതല KDISC-നാണ്. KDISC എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അതിൻ്റെ ഫുൾ ഫോം എന്ന് ഓർത്ത് നോക്കൂ. കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ. കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ. നിങ്ങൾക്ക് ഞാൻ ഇച്ചിരി സ്പീഡിന് പറഞ്ഞു പോവുകയാണ്, കാരണം കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്യണം, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. സ്പീഡായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ ബാക്കിലോട്ടൊന്ന് എടുത്തിട്ട് ഒന്നുകൂടി അത് കേട്ട് നോക്കിയാൽ മതി. അപ്പോൾ പ്രശ്നം കറക്റ്റ് ആകും കേട്ടോ. അപ്പോൾ അറിയാവുന്ന ആൾക്കാർക്ക് അത് ലാഗ് ചെയ്യുന്നൊന്നും തോന്നുകയില്ല. നവകേരള മിഷൻ കൂടി ഒന്ന് ഈ നമ്മൾ പദ്ധതികൾ പറയുമ്പോൾ ഞാനതിനൊന്ന് പൂർണ്ണമാക്കാൻ ശ്രമിക്കുക. കഴിയുന്നത്ര പൂർണ്ണമാക്കിയാലേ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനതുകൊണ്ട് നവകേരള മിഷൻ്റെ കാര്യം കൂടി പറയാം. നവകേരള മിഷൻ 5ാമതായി കൂട്ടിച്ചേർത്ത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ കേരള പുനർനിർമ്മാണ പദ്ധതി. കേരള റീബിൽഡ് ഇനിഷ്യേറ്റീവാണ് നവകേരള മിഷൻ 5ാമതായി കൂട്ടിച്ചേർത്ത പദ്ധതി. ഇനി മറ്റ് പദ്ധതികൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആർദ്രം മിഷൻ,
പൊതുവിദ്യാഭ്യാസ പരിപാടി, അതിപ്പോൾ വിദ്യാകിരണം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ലൈഫ് മിഷൻ, ഹരിത കേരളം. ഇങ്ങനെ 4 പദ്ധതികളാണ് ഇതിൽ നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു പദ്ധതി കൂടി ചേർത്തിട്ടുണ്ട്, കേരള പുനർനിർമ്മാണ പദ്ധതി. അത് നോക്കണേ മക്കളെ. പിന്നെ ആർദ്ര മിഷൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ, ആർദ്ര മിഷൻ ഒരു മിഷനാണല്ലോ, അതിൽ ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ, ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ വരുന്ന പോയിന്റുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് എടുത്തു തന്നിരിക്കുന്നത്. ഒന്ന് ജസ്റ്റ് വായിച്ചുകൊണ്ട് പോയിക്കോളൂ. ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ, PHCകളെ എന്താക്കുക, FHCകളായി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക. പാർശ്വവൽക്കരിക്കപ്പെട്ട ദുർബലരായ ജനങ്ങൾക്ക് സമഗ്രമായ ആരോഗ്യ പ്രതിരോധ സേവനങ്ങൾ കയ്യെത്തും ദൂരം ലഭ്യമാക്കുക. ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ നടപ്പാക്കുക. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. ഈ പോയിന്റുകളും മനസ്സിലാക്കണം. ഞാൻ അല്പം സ്പീഡ് കൂട്ടുന്നുണ്ട്. ജസ്റ്റ് ബാക്ക് അടിച്ച് ഒന്നുകൂടെ കേട്ട് നോക്കുമ്പോൾ കാര്യം വ്യക്തമാകും. ഹരിത കേരളം, ഹരിത കേരളത്തിൻ്റെ ലക്ഷ്യങ്ങളും കൂടെ നിങ്ങൾ ഓർക്കണേ. ഇതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടുകളിൽ ഇത് നടപ്പാക്കുന്നു. ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ശുചിത്വ. ഇവരുടെ ലക്ഷ്യം, ഇവിടെയാണ് ലക്ഷ്യം വരേണ്ടത്. ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് കുഞ്ഞുങ്ങളെ? ശുചിത്വ, മാലിന്യ സംസ്കരണം, മണ്ണ്, ജലസംരക്ഷണം, ജൈവ കൃഷി എന്നീ 3 മേഖലകളിൽ ഊന്നൽ കൊണ്ടുള്ള വികൃഷി വികസനമാണ്. ശുചിത്വ, മാലിന്യ സംസ്കരണം, മണ്ണ്, ജലസംരക്ഷണം, ജൈവ കൃഷി എന്നീ 3 മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള കൃഷി വികസനമാണ് നമ്മുടെ നവകേരള മിഷന്റെ കീഴിൽ വരുന്ന ഹരിത കേരളം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കുന്നു. ഉഷസ് പദ്ധതി. കേരളത്തിലെ നഗരങ്ങളിൽ ചേരി പ്രദേശങ്ങളുണ്ട്. അവിടുത്തെ താമസക്കാരായ ജനങ്ങളുടെ ഊർജിത ആരോഗ്യ രക്ഷയ്ക്കായി ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി സംസ്ഥാനം നടപ്പാക്കുന്ന പദ്ധതി. നമുക്കറിയാം, ഈ ചേരി പ്രദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മലീമസമായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ അവിടെ കുറേ ജനങ്ങൾ വസിക്കുന്നുണ്ട്, ദരിദ്രരായ ജനങ്ങൾ വസിക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യരക്ഷ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനുവേണ്ടി ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി സംസ്ഥാനം നടപ്പാക്കുന്ന പദ്ധതി ഉഷസ് പദ്ധതിയാണ്. അതുപോലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ്. ഇന്നാൾ ക്ഷേമ പദ്ധതികളങ്ങ് കടന്നുപോയി. അപ്പോൾ ആ പദ്ധതികളിൽ എനിക്ക് തോന്നുന്നു ഇനി നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്കത് എത്തിപ്പിടിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഞാനൊന്ന് 3 പദ്ധതികൾ ചോദിച്ചു, ആ 3 പദ്ധതികളായിട്ട് ഒതുങ്ങി നിൽക്കുകയല്ല ചെയ്തത്. നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരികയാണ് ചെയ്തത്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ചെയർമാൻ നമ്മൾ ചോദിച്ചു, M. ഷാജർ എന്നാണ്. ഇത് നമ്മുടെ ക്ലാസ്സിൽ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ചെയർമാൻ M. ഷാജറാണ്. അതുപോലെ തന്നെ കേരള യുവജന കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇതുകൂടി നിങ്ങൾ ഓർത്തിരിക്കുക. കേരളത്തിലെ യുവജനകാര്യ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഇങ്ങനൊരു മന്ത്രിയെ നിങ്ങൾ കേട്ട് കാണില്ല. ഫിഷറീസ് മന്ത്രി സജി ചെറിയാനാണെന്നറിയാം, പക്ഷേ യുവജനകാര്യ വകുപ്പ് മന്ത്രി ആരാണെന്ന് അറിയാത്ത സാഹചര്യം ഉണ്ടാകരുത്. സജി ചെറിയാൻ്റെ അഡീഷണൽ വകുപ്പാണിത്. യുവജനകാര്യ വകുപ്പ് മന്ത്രി ഫിഷറീസ് മന്ത്രിയാണ്, ഒപ്പം യുവജനകാര്യ വകുപ്പ് മന്ത്രി കൂടി ആണ്. നമ്മുടെ R. ബിന്ദുവിൻ്റെയും അതുപോലെ തന്നെ വീണ ജോർജിൻ്റെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രധാന വകുപ്പ് മറ്റേതാണ്, പക്ഷേ ഈ വകുപ്പുകൾ കൂടി ഉണ്ട് അവർക്ക്. നമുക്കറിയാം, സാമൂഹ്യ നീതി വകുപ്പ് പിന്നെ ആർക്കുണ്ട്? R. ബിന്ദുവിനുണ്ട്. അതുപോലെ തന്നെ വീണ ജോർജിന് എന്തുണ്ട്? വനിതാ ശിശു വികസന വകുപ്പുണ്ട്. അതുപോലെയാണ് ഇവിടെ യുവജനകാര്യ വകുപ്പ് നമ്മുടെ സജി ചെറിയാൻ്റെ കയ്യിലാണ്. ഇനി നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണെന്നൊരു ചോദ്യം. ഗവർണർ. വിവരാവകാശ നിയമം, വിവരാവകാശ കമ്മീഷൻ, അത് സ്റ്റേറ്റ് കമ്മീഷൻ ആകട്ടെ, ഓൾ ഇന്ത്യ ലെവലുള്ള കമ്മീഷൻ ആകട്ടെ, ഒരു പോയിന്റിലും കോംപ്രമൈസ് ചെയ്യാതെ നന്നായി പഠിച്ചു വെക്കണം. ചോദ്യ സാധ്യത എപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനമാണ്. അത് മാത്രമല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യവുമാണ്. ഇപ്പോൾ ഇതിൻ്റെ നിയമനം നടത്തുന്നത് ഗവർണറാണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്, അതിനെപ്പറ്റി ചോദ്യം വരാം. അതിൽ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉള്ളത് കുഞ്ഞുങ്ങളെ? മുഖ്യമന്ത്രിയുണ്ട്, സ്പീക്കറുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. നിയമനം നടത്തുന്നത് ഗവർണറാണ്. മുഖ്യമന്ത്രി അധ്യക്ഷനാണ്, സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് അംഗങ്ങളാണ്. നിയമനം നടത്തുന്നത് ഗവർണറാണ്. ഈ കാര്യം അറിയണം. സെലക്ഷൻ കമ്മിറ്റി അറിയണം കേട്ടോ. സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്നൊക്കെ നമ്മളോട് ചോദിക്കാം. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നെന്ന് ചോദിക്കാം. 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ്? 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? V. ഹരി നായരാണ്. അത് മറക്കരുത് കേട്ടോ, പുതിയ ആൾ മാറി വന്നതാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ V. ഹരി നായരാണ്. ഞാൻ വിവരാവകാശ കമ്മീഷനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങും നിൽക്കില്ല, ഈ ക്ലാസ് ഇവിടെ എങ്ങും തീരില്ല. ഇനി ഞാൻ ഈ ക്ലാസ് നിർത്തി കഴിയുമ്പോൾ ഞാൻ LDCയെ സംബന്ധിക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ ക്വസ്റ്റ്യൻ അവലോകനം ചെയ്ത് കഴിഞ്ഞിരിക്കും. അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് പറഞ്ഞു കഴിഞ്ഞിരിക്കും. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് അവശേഷിക്കുന്നുണ്ട്. അത് ഏതാണ്? ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിലെ ക്വസ്റ്റ്യനാണ്.
അത് നമുക്കറിയാം. മറ്റേ ക്വസ്റ്റ്യനിൽ നിന്ന് വേറിട്ടുകൊണ്ട് ആ ക്വസ്റ്റ്യന് ചോദിച്ച മേഖലകൾ വിട്ട് മറ്റു മേഖലകളിലേക്കാണ് വ്യാപരിച്ചത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ മറ്റു മേഖലകൾ നമുക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ആ ക്വസ്റ്റ്യൻ അവലോകനം ചെയ്തുകൊണ്ട് ഇതുപോലൊരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരാം. പരീക്ഷയ്ക്ക് മുമ്പ്, അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് തരാം. അങ്ങനെ ഞാൻ ഓഫർ ചെയ്യുകയാണ്. നമുക്ക് ഇതിലെ മറ്റു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. കേരള കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പ് സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏത് എന്നൊരു ചോദ്യം ചോദിച്ചു. അവിടെ വെള്ള നിറം മഴയില്ല എന്ന് സൂചിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. ഈ ഒരു പോയിന്റിൽ അവരെ ശരിയാണ് എന്ന് ഉത്തരം കൊടുത്തിരുന്നു. പക്ഷേ എനിക്കതിലൊരു സംശയമുണ്ട്. കാരണം നമ്മുടെ IMDയുടെ ഇന്ത്യയിലെ കാലാവസ്ഥാ വകുപ്പിൻ്റെ സൈറ്റിലും മറ്റുമൊക്കെ നോക്കിയിട്ട് അവിടെ കാണുന്നത് പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്. ഞാനും അതാണ് മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ വെള്ള ആരെയും പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടെ വെള്ളയും ഇതിലെ ഉത്തരമായ മഞ്ഞയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഉത്തരമുള്ളൂ. മഞ്ഞയെന്ന് മാത്രം ഒരു ഉത്തരം പ്രത്യേകം കൊടുത്തിട്ടുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ ഇത് പഠിച്ചു വെച്ച ഉദ്യോഗാർത്ഥികൾ 1ഉം 3ഉമാണ് ശരി ഉത്തരമെന്ന് എഴുതി കാണും. ചിലപ്പോൾ ആരെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചോദ്യം ക്യാൻസലായി പോകാനും മതി. പക്ഷെ അതെന്തും ആയിക്കൊള്ളട്ടെ, ഇവിടെ ചോദിച്ചത് വെള്ള നിറം മഴയില്ല എന്ന് സൂചിപ്പിക്കുന്നു. പച്ച നിറം മുന്നറിയിപ്പുണ്ടെന്നും വലിയ തോതിൽ മഴയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. പച്ച നിറം എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. 6 സെൻറ്റിമീറ്റർ താഴെ മഴ, അത് നമ്മൾ മൈൻഡ് ചെയ്യുകയേ വേണ്ട. അത് ഈ പറയുന്നത് തെറ്റ്. പിന്നെ മഞ്ഞ നിറം മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുന്നു, ശക്തമായ മഴയുണ്ടാകുമെന്ന് സൂചന. അവിടെ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ്. നിങ്ങൾ ജാഗ്രത പാലിക്കണം. ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് പുതുക്കി നൽകിക്കൊണ്ടിരിക്കും. അത് മഞ്ഞ നിറം, അത് കറക്റ്റാണ്. വെള്ളയെ പറ്റിയാണ് ഒരു വിവാദമുള്ളത്. ഇനി അങ്ങനെ ഒരു നിറം കേരള കാലാവസ്ഥാ വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കേണ്ടതില്ലെന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ലെന്നും സൂചിപ്പിക്കുന്നു. ഓറഞ്ച് നിറം വന്നാൽ സംഗതി വഷളാകും ഞങ്ങളെ. ഈ ഓറഞ്ച് നിറം വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പച്ച നിറം എന്ന് പറഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ വരെ മഴയാണ്, അതിന് താഴെയാണ് മഴ. 6 സെൻറ്റിമീറ്റർ 11 സെൻറ്റിമീറ്റർ വരെ വരുമ്പോൾ, 6 സെൻറ്റിമീറ്റർ മുതൽ 11 സെൻറ്റിമീറ്റർ വരെ വരുമ്പോഴാണ് നമ്മുടെ മഞ്ഞ നിറത്തിലേക്ക് വരുന്നത് കേട്ടോ. 11 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ മഴയുണ്ടാകാം എന്ന് വരുമ്പോഴാണ് ഓറഞ്ച്. അവിടെ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് തെറ്റാണ്. നമുക്ക് ഈ പറഞ്ഞത് മഞ്ഞ നിറം മാത്രമേ ശരിയായിട്ട് കണ്ടുള്ളൂ കേട്ടോ. ജാഗ്രത പാലിക്കേണ്ടതില്ലെന്നൊക്കെ പറയുന്നു, ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെയല്ല, അത് നമ്മൾ പച്ച നിറത്തിനാണ് അത് വരേണ്ടത്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു കൺസെപ്റ്റിൽ 3 ശരി എന്നാണ് വരിക. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ചോദ്യമില്ല, ഉത്തരമില്ല. അതുകൊണ്ട് PSC ഉദ്ദേശിക്കുന്നത് 1ഉം 3ഉം കൂടെയാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും വെള്ള നിറം ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ. നമുക്ക് നിറങ്ങളെ പരിചയപ്പെടാം. പച്ച അല്ലെങ്കിൽ ഗ്രീൻ. ഇനി ഒരു പരീക്ഷയെ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ അലർട്ട്, ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിലില്ല. 6 സെൻറ്റിമീറ്റർ താഴെയാണ് മഴ, ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമില്ല. മഞ്ഞ അല്ലെങ്കിൽ യെല്ലോ, കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം, ഭയപ്പെടേണ്ട സാഹചര്യമില്ല. അവിടെ മഴയുടെ അളവും ചോദിക്കാം, 6 മുതൽ 11 സെൻറ്റിമീറ്റർ വരെ. പിന്നെ ഓറഞ്ച്, അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ്. സുരക്ഷാ തയ്യാറെടുപ്പുകൾ തുടങ്ങണം. ഓറഞ്ച് വന്നു കഴിഞ്ഞാൽ അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ്. അവിടെ എന്താണ്? 11 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാമെന്നുള്ള മുന്നറിയിപ്പാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 11 അല്ല, 6 സെൻറ്റിമീറ്റർ മുതൽ 6 സെൻറ്റിമീറ്റർ മുതൽ 11 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കേട്ടോ. 6 സെൻറ്റിമീറ്റർ മുതൽ ഏതിലാണ്? ഓറഞ്ചിൽ 6 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പാണ് കേട്ടോ. ഇപ്പോൾ സുരക്ഷാ തയ്യാറെടുപ്പ് തുടങ്ങണം. മാറ്റിപ്പാർപ്പികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുന്നൊരുക്കം നടത്തണം. 6 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെ. പിന്നെ ചുവപ്പ് ഏറ്റവും പ്രധാനമാണ്. നമുക്കിപ്പം വയനാടൊക്കെ കൊടുത്തിരിക്കുന്നത് ചുവപ്പാണ്. റെഡ് അലർട്ടാണ്. കർശന സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട ഘട്ടമാണ്. തയ്യാറെടുപ്പ് ഇവിടെ ഈ നമ്മൾ ഓറഞ്ച് വരുമ്പോഴാണ് തയ്യാറെടുപ്പ് നടത്തുന്നത്, പ്രിപ്പറേഷൻ നടത്തുന്നത്. ഓറഞ്ച് അലർട്ട് വരുമ്പോഴാണ് പ്രിപ്പറേഷൻ നടത്തുന്നത്. പക്ഷേ ചുവപ്പെന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്ററിന് മീതെ അതിതീവ്ര മഴ പെയ്യുമ്പോഴാണ് കർശന സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട ഘട്ടമാണ്. ദുരന്ത സാധ്യതാ മേഖലയിൽ നിന്ന് എല്ലാവരെയും സംരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഒഴിപ്പിക്കണം, മാറ്റി താമസിപ്പിക്കണം. അത് എബവ് 20 സെൻറ്റിമീറ്ററാണ് അവിടെ മഴ. ഈ ഒരു സംഗതി ഇത്രയൊന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചാൽ അത് 2 രീതിയിൽ ചോദിച്ചാലും പറയാം. ഒരെണ്ണം തന്നിട്ട് അത് എത്ര സെൻറ്റിമീറ്റർ വരെയാണെന്ന് ചോദിച്ചാൽ പറയാം. ഇതുപോലെ എന്താണ് നമ്മൾ ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ടതെന്ന് ചോദിച്ചാലും പറയാം. വ്യക്തമാണല്ലോ? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റിയുള്ള ചില പോയിന്റ് കൂടി ഞാൻ പറയാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്ന സ്ഥിതിക്ക് അതും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എപ്പോഴും ശ്രദ്ധിക്കണം, സ്വയംഭരണാവകാശം ഇല്ലാത്ത ഒരു നിയമസ്ഥാപനമാണ്. നിയമസ്ഥാപനമാണെന്ന് എല്ലാവർക്കും അറിയാം.
2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമപ്രകാരമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. അതുകൊണ്ടത് ഒരു നിയമസ്ഥാപനമാണ്, സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്വയംഭരണമുള്ള സ്ഥാപനമാണെന്നാണ് പലരും കരുതുന്നത്. പക്ഷേ ഇത് സ്വയംഭരണം ഇല്ലാത്ത ഒരു സ്ഥാപനമാണ്. ആ ഒരു പോയിട്ട് ഓർക്കണം. ഈ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്ന ഡേറ്റ് വ്യക്തമായിട്ടൊന്ന് ഓർക്കണം. 2007 മെയ് 4. 2007 മെയ് 4 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. അടുത്തത്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ മനസ്സിലായോ ഇതൊക്കെ? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 മെയ് 4 ഇത് സ്വയംഭരണാവകാശമില്ലാത്ത ഒരു നിയമസ്ഥാപനമാണെന്ന്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നെന്ന്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. നിങ്ങൾക്കറിയാം, ഇതൊക്കെ എപ്പോഴും ചോദ്യങ്ങളിൽ വരുന്നതാണ്. അംഗങ്ങളായ മറ്റു മന്ത്രിമാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ കൃഷി, ആഭ്യന്തര വകുപ്പ് മന്ത്രിമാർ. കൃഷി മന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ വരുന്ന മന്ത്രിമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നമുക്കറിയാം മുഖ്യമന്ത്രിയുണ്ട്. മുഖ്യമന്ത്രി ചെയർമാനായിട്ട് വരും. അംഗങ്ങളായ മന്ത്രിമാരാണെന്ന് മുഖ്യമന്ത്രി ചെയർമാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അംഗമായിട്ട് വരുന്ന ആളാണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി വരും. വൈസ് ചെയർമാനായിട്ടുള്ള റവന്യൂ മന്ത്രി വരും. പിന്നെ കൃഷി വകുപ്പും ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി വരും. നമ്മുടെ ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തരവും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മന്ത്രിമാരായിട്ട് വരാൻ സാധ്യതയുള്ള മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, കൃഷി, ആഭ്യന്തര വകുപ്പ് മന്ത്രികൾ. ഇതിൽ ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രി. പിന്നെ മെമ്പർ സെക്രട്ടറി ചിലപ്പോൾ ചോദിക്കാം. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ തലവൻ. നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ തലവൻ. പിന്നെ ഒരു കൺഫ്യൂസ്ഡ് ചോദ്യം വരും. ഇവിടെ നമ്മൾ ചെയർമാൻ മുഖ്യമന്ത്രിയാണെന്ന് പഠിച്ചു വെച്ചില്ലേ? ഇനി ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇതിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആര് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ചീഫ് സെക്രട്ടറി. ഇനി ചോദിക്കുകയാണ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ചീഫ് സെക്രട്ടറി. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണെന്ന് ചോദിച്ചാലും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാലും ചീഫ് സെക്രട്ടറി എന്ന് പറയണം. എന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? മുഖ്യമന്ത്രി എന്ന് പറയും. കേട്ടോ, ആ കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. അതുപോലെ ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അധ്യക്ഷൻ ജില്ലാ കളക്ടറാണെന്ന കാര്യവും മറക്കരുത്. അത് ജില്ലാ കളക്ടറാണ്. ഇനി ഇവരുടെ ആപ്തവാക്യം സുരക്ഷായനം. ഞാനിത് പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ മേഖലയായതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത് കേട്ടോ. സുരക്ഷായനം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളെ. ആപ്തവാക്യം സുരക്ഷായനം. ഇനി അവിടെ കാറ്റഗറി സാധാരണ ചോദിക്കുന്ന മേഖലയാണ് ഞാൻ പറയുന്നത്. കാറ്റഗറി 1 വരുന്നത് പ്രളയം, വരൾച്ച, ഇടിമിന്നൽ തുടങ്ങിയവ, ഇടിമിന്നൽ, ചുഴലി തുടങ്ങിയവ. കേട്ടോ, പ്രളയം, വരൾച്ച, ഇടിമിന്നൽ, ചുഴലി തുടങ്ങിയവയൊക്കെ ഏതിലാ വരിക? കാറ്റഗറി 1 വരിക. കേട്ടോ, പ്രളയം, വരൾച്ച, ഇടിമിന്നൽ, ചുഴലി വരുന്നില്ല. ചുഴലി വരുന്നുണ്ട്. ചുഴലി ഇതെല്ലാം നമുക്കറിയാം, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പ്രളയം, വരൾച്ച, ഇടിമിന്നൽ, ചുഴലി, ഇത് കാറ്റഗറി 1. കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം ആണ് സാധാരണ ചോദിക്കാറുള്ളത്. ഇനി കാറ്റഗറി 2 വരുന്നത് ഭൂവൽക്കത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ, അതായത് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ, ഉരുൾപൊട്ടൽ വരത്തില്ലേ? ഭൂകമ്പം ഉണ്ടാകുക, സുനാമി ഉണ്ടാകുക, ഉരുൾപൊട്ടൽ ഉണ്ടാകുക, അവിടെയൊക്കെ ഭൂവൽക്കത്തിൽ മാറ്റം ഉണ്ടാവുകയാണ്. അങ്ങനെ ഭൂവൽക്കത്തിൽ മാറ്റം വരുത്തുന്ന തരത്തിലുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? കാറ്റഗറി 2 എന്ന് പറയാം. അവിടെ സുനാമി ഉണ്ട്, ഭൂകമ്പമുണ്ട്, ഉരുൾപൊട്ടലുണ്ട്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ സാധാരണ ചോദിക്കുന്ന ഒരു മേഖല ഇതിൻ്റെ നടപടിക്രമമാണ് കേട്ടോ. നടപടിക്രമം എങ്ങനെയാണ്? അതിൻ്റെ ക്രമത്തിൽ പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് തയ്യാറെടുപ്പ് നടത്തണം. നമുക്ക് ഓറഞ്ച് അലർട്ട് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നമ്മളതിന് തയ്യാറെടുപ്പ് നടത്തണം, അല്ലേ? റെഡ് അലർട്ട് ആയിക്കഴിഞ്ഞാൽ പ്രതികരണമാണ്. ആളുകളെ മാറ്റി താമസിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും അവിടെ ആ നാശനഷ്ടം പരിഹരിക്കുന്നതിനുള്ള പ്രതികരണമാണ് നമ്മൾ നടത്തുന്നത്. പ്രതികരണം നടത്തി, പക്ഷേ നാശനഷ്ടം ഉണ്ടായി, അവിടെ വീണ്ടെടുക്കൽ. ഇപ്പോൾ വയനാട്ടിലൊക്കെ ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വീണ്ടെടുക്കലാണ്. ശവശരീരങ്ങളൊക്കെ വേർതിരിച്ചെടുക്കുന്നു, നാശനഷ്ടം എന്താണെന്ന് കരുതുന്നു. പിന്നെ ചെയ്യുന്നത് ഇത് ലഘൂകരിക്കുന്നതിനുള്ള കാര്യങ്ങളാണ്. വീണ്ടെടുക്കലിലൂടെ ഇതൊക്കെ ചെയ്തു, അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇനിയൊരു ദുരന്തം ഉണ്ടായാൽ, നമ്മുടെ മലകൾ എന്തുകൊണ്ട് ഒരു മഴയുണ്ടായാൽ ഇടിഞ്ഞു വീഴുന്നു, അതിന് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ? ആ തെറ്റുകൾ പരിഹരിച്ചുകൊണ്ട് അതിന് ലഘൂകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക, അതിന് വേണ്ട ലഘൂകരണം ചെയ്യുക. ഇതാണ് ഇതിൻ്റെ നടപടിക്രമം. പക്ഷേ ഈ ഒരു നടപടിക്രമത്തിൽ ചെറിയൊരു ഭേദഗതി വേണമെങ്കിലും വരുത്താം. എന്താണ് ആ ഭേദഗതി എന്ന് ചോദിച്ചാൽ, മക്കളെ, ലഘൂകരണം ആദ്യം തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. ഏതൊരു സാഹചര്യമാണെങ്കിലും നമ്മൾ നോക്കുക, നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ പ്രകൃതിക്ക് ദോഷം ഉണ്ടാകും, അതുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യാതിരിക്കാം, പ്രകൃതിയെ മാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലഘൂകരണ പ്രവർത്തനം ആദ്യം തന്നെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇനി എന്നിട്ടും ദുരന്തം വന്നാൽ നമുക്ക് തയ്യാറെടുപ്പ് നടത്താമല്ലോ, അവിടെ പ്രതികരണം നടത്താമല്ലോ.
ഓറഞ്ച് അലർട്ട് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തയ്യാറെടുപ്പ് ഓറഞ്ച് അലർട്ട് വരുമ്പോൾ തയ്യാറെടുപ്പ് നടത്താം, റെഡ് അലർട്ട് വരുമ്പോൾ പ്രതികരണം ഉണ്ടാകാം, പിന്നെ നമുക്ക് വീണ്ടെടുക്കലാകാം, ഇത്രയുമാകാം. അങ്ങനെ തുടങ്ങിയാലും കുഴപ്പമില്ല. ലഘൂകരണത്തിൽ തുടങ്ങി തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ. അങ്ങനെ വരുമ്പോൾ വീണ്ടെടുക്കൽ അവസാനം വരും. ഇനി അതല്ല, നിങ്ങൾ തയ്യാറെടുപ്പിലാണ് തുടങ്ങുന്നതെങ്കിൽ തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ഇത് കഴിഞ്ഞ് ലഘൂകരണം എഴുതണം. അപ്പോൾ ഈ ലഘൂകരണം എന്നുള്ള സാധനം 2 സ്ഥലത്തും വരാം. അപ്പോൾ ഓപ്ഷന് വരുമ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ കരുതുന്ന തിരിച്ചാണ് PSCനെ ചോദിക്കുന്നതെങ്കിൽ അയ്യോ തെറ്റിപ്പോയി, സാർ അങ്ങനെ പറഞ്ഞത്, സാറ് തെറ്റ് പറഞ്ഞു എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് 2 രീതിയിലും പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്തൊക്കെയാണ്? തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം എന്ന് പറയാം. ലഘൂകരണം, തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ എന്ന് പറയാം. 2 രീതിയിൽ എഴുതാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം, ട്രിവാൻഡ്രത്തിൻ്റെ ചോദ്യം നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പോയിട്ട് കുറേ നേരമായല്ലോ. ഞാൻ നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാം, അതെല്ലാം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇനി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ടോർച്ച് ലൈറ്റായി ഭവിക്കാനുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ തന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്തിട്ടാൽ ഞാൻ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ കേരള ഖാദി ബോർഡിൻ്റെ LDCയുടെ നമ്മുടെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അത് വെച്ചുകൊണ്ട് അത് ഈ മേഖലകളിൽ നിന്ന് വിട്ടാണ് ചോദിച്ചത്. PSC ഇപ്പോൾ ഒരു അടവെടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്വസ്റ്റ്യൻ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു സിലബസിൽ തന്നെയുള്ള കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ പദ്ധതികൾ തന്നെ 3 ചോദിച്ച് കളഞ്ഞത്. അപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നീട് എന്ത് ചെയ്യുക, വീണ്ടൊരു മേഖല കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ വിട്ടുപോയ ചില മേഖലകളുണ്ട്. ആ മേഖലകളും കൂടെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് അല്ലേ? നമ്മളെ സംബന്ധിച്ച് നെൽവയൽ, തണ്ണീർത്തടങ്ങളൊന്നും ഇപ്പോൾ ഇവർ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല. ഇതര കമ്മീഷനുകളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി പറഞ്ഞിട്ടില്ല. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതായത് പ്ലാനിംഗ് ബോർഡിനെ പറ്റിയുള്ള കാര്യം വന്നില്ല. ധനകാര്യ കമ്മീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. PSC ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതും ഒക്കെ ചേർത്തുകൊണ്ട് ഇനി അവർ വിട്ടുപോയ കാര്യങ്ങൾ, ഇപ്പോൾ ഖാദി ബോർഡിൽ വന്ന കാര്യങ്ങൾ, LDCയിലെ കാര്യങ്ങൾ നമ്മുടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ ഖാദി ബോർഡിലേക്ക് വന്നപ്പോൾ അവിടെ സിവിൽ സർവീസിനെ പറ്റി ചോദിച്ചു. സിവിൽ സർവീസിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ പ്ലാനിംഗ് ബോർഡിനെ പറ്റിയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കൗൺസിലിനെ പറ്റിയും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഗവേണൻസ് പദ്ധതികളെ പറ്റിയും ഒക്കെയുള്ള സമഗ്രമായൊരു ക്ലാസ് ഒരു 2-3 ആഴ്ച 2 ആഴ്ചയ്ക്ക് മുമ്പാണെന്ന് തോന്നുന്നു. നമ്മുടെ LDC തിരുവനന്തപുരം പരീക്ഷയുടെ 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു അപ്ലോഡ് ചെയ്തിരുന്നു. അത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് എടുത്തൊരു ക്ലാസ് ആകട്ടോ. ആ ക്ലാസ് കൂടെ, അതിൻ്റെ ലിങ്ക് കൂടെ ഇവിടെ കൊടുക്കാം. ആ ക്ലാസ്സും കൂടെ ഒന്ന് കാണും. ആ ക്ലാസ്സും ഈ ക്ലാസ്സും കാണുമ്പോൾ നിങ്ങൾ എവിടെ എത്തും? ഒരു 60%-ലെത്തും. ബാക്കി 40% നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ തരും. അതിനൊരു മാറ്റവും ഇല്ല. നമുക്ക് നന്നായിട്ട് പരീക്ഷ എഴുതണം, നമുക്ക് നേടണം, നമുക്ക് ഉദ്യോഗസ്ഥരാവണം. നിങ്ങളൊക്കെ വിജയിക്കുമെന്നേ. ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത അറിയോ? അവിടെ ചെന്നിരുന്നിട്ട് ആത്മവിശ്വാസമില്ലാതെ അയ്യോ അത് പോയി ഇത് പോയി എന്ന് പറയരുത്. ഓപ്ഷൻസിലൂടെ നന്നായിട്ട് കണ്ണോടിക്കണമെങ്കിൽ അവിടെ ഏകാഗ്രത വേണം. ഏകാഗ്രതയുടെ ഓപ്ഷൻസിലൂടെ കണ്ണോടിച്ച് പോയാൽ കഴിഞ്ഞ പരീക്ഷ വന്ന പല കുട്ടികളും പറയുന്നു എനിക്ക് അറിയില്ലെന്ന് തോന്നി, പക്ഷേ അവസാനം അറിയാതെ വിട്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു, നല്ല മാർക്കിലേക്ക് ഞാൻ ചെന്നെത്തിയെന്ന്. അതുതന്നെയായിരിക്കണം നിങ്ങളുടെ മനോഭാവം. എല്ലാവർക്കും വിജയമുണ്ടാകട്ടെ. ഗുഡ് ബൈ.